ഹലോ, ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷെബിറലി. ഇന്ന് സൂപ്പർ ക്ലാസ് 3 ആണ്. അപ്പോൾ സൂപ്പർ ക്ലാസ് 3 നമുക്ക് കണക്റ്റേഴ്സ് ആണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ സൂപ്പർ ക്ലാസ് 1 എല്ലാ സിമ്പിൾ സെൻറ്റൻസും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ സൂപ്പർ ക്ലാസ് 2 എല്ലാ എക്സ്പ്രഷൻസും പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് കണക്റ്റേഴ്സ് പഠിക്കാം. അതായത് സംസാരിക്കുമ്പോൾ ഇതുവരെ നമ്മൾ ഒരൊറ്റ സെൻറ്റൻസ് ആയിട്ടാണ് പഠിച്ചത്. ഇനി നമുക്ക് സംസാരിക്കുമ്പോൾ കണക്റ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. അതായത് ഒന്നിലധികം സെൻറ്റൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാനാണ് ഈ കണക്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒറ്റ വീഡിയോയിൽ എല്ലാ കണക്റ്റേഴ്സും നമുക്ക് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 3 വീഡിയോസ് ആയിട്ടാണ് ഇനി അങ്ങോട്ട്, അതായത് സൂപ്പർ ക്ലാസ് 3 സൂപ്പർ ക്ലാസ് 4 സൂപ്പർ ക്ലാസ് 5 കണക്റ്റേഴ്സ് തന്നെയായിരിക്കും. അപ്പോൾ ആദ്യത്തെ കണക്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ള കണക്റ്റേഴ്സ് ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ഒഴുക്കോടുകൂടി സംസാരിക്കാനുള്ള കുറച്ച് കണക്റ്റേഴ്സാണ് സൂപ്പർ ക്ലാസ് 4 പിന്നെ സൂപ്പർ ക്ലാസ് 5 ഈ ക്വസ്റ്റ്യൻ വേർഡ്സിനെ ക്വസ്റ്റ്യൻസ് ആയിട്ടും അതുപോലെ കണക്റ്റേഴ്സ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളാണ് സൂപ്പർ ക്ലാസ് 5 അപ്പോൾ സൂപ്പർ ക്ലാസ് 3 നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കണക്റ്റേഴ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ കണക്റ്റർ എന്ന് പറയുന്നത് ആൻഡ്. അപ്പോൾ എപ്പോഴും സംസാരിക്കുമ്പോൾ വളരെ അത്യാവശ്യമുള്ള ഒരു കണക്ടറാണ് ആൻഡ് എന്നുള്ളത്. കാരണം ഒന്നിലധികം സെൻറ്റൻസിനെ യോജിപ്പിക്കുക, ഒന്നിലധികം പ്രവൃത്തികളെ യോജിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആൻഡ് കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് പറയാം. അവൾ അവളുടെ ശബ്ദം ഉയർത്തുകയും നീതി ആവശ്യപ്പെടുകയും ചെയ്തു. അവൾ അവളുടെ ശബ്ദം ഉയർത്തി. എങ്ങനെ പറയും? ഷീ റൈസ്ഡ് ഹെർ വോയിസ്. അവൾ നീതി ആവശ്യപ്പെട്ടു എന്ന് പറയാനോ? ഷീ ഡിമാൻഡഡ് ജസ്റ്റിസ്. അപ്പോൾ 2 പ്രവർത്തികളും ആരാണ് ചെയ്തത്? അവളാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആൻഡ് കഴിഞ്ഞ് വീണ്ടും ഷീ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഷീ റൈസ്ഡ് ഹെർ വോയിസ് ആൻഡ് ഡിമാൻഡഡ് ജസ്റ്റിസ് അങ്ങനെ പറഞ്ഞാൽ മതിയാവും. അവൻ സ്ഥിരമായി പരിശീലിക്കുകയും ചാമ്പ്യനായി മാറുകയും ചെയ്തു. എങ്ങനെ പറയും? ഹി ട്രെയിൻഡ് കൺസിസ്റ്റന്റ്ലി ആൻഡ് ബിക്കെയിം എ ചാമ്പ്യൻ. ഹി ട്രെയിൻഡ് അവൻ പരിശീലിച്ചു, കൺസിസ്റ്റന്റ്ലി സ്ഥിരമായി, ആൻഡ് പിന്നെ എന്തുകൂടെ ഉണ്ടായി? ബിക്കെയിം എ ചാമ്പ്യൻ ഒരു ചാമ്പ്യനായി മാറുകയും ചെയ്തു. ഇനി ചിലപ്പോൾ ഒരു സെന്റൻസിൽ തന്നെ 2 ആൻഡ് ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കൂ. അവൻ രാവും പകലും ജോലി ചെയ്യുകയും സ്വന്തം കമ്പനിയെ നിർമ്മിക്കുകയും ചെയ്തു. അവൻ രാവും പകലും ജോലി ചെയ്തു എന്ന് പറയാൻ ഹി വർക്ക്ഡ് ഡേ ആൻഡ് നൈറ്റ്. അപ്പൊ അവിടെ ഒരു ആൻഡ് വന്നു അല്ലെ. അവൻ സ്വന്തമായി ഒരു കമ്പനി നിർമ്മിച്ചു എന്ന് പറയാൻ ഹി ബിൽറ്റ് ഹിസ് ഓൺ കമ്പനി. അവന്റെ സ്വന്തം കമ്പനി അവൻ നിർമ്മിച്ചു. അപ്പോൾ ഇവിടെ ഈ 2 സെന്റൻസും കൂടെ യോജിപ്പിക്കാൻ ഇവിടെ ആൻഡ് ഉപയോഗിക്കാം. അപ്പോൾ he worked day and night and built his own company. He worked day and night and built his own company. അപ്പോൾ ഇവിടെ 2 ആൻഡ് വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആൻഡ് ഉപയോഗിക്കാം. അപ്പോൾ ആൻഡ് എന്നുള്ളതിന്റെ സംശയം മാറിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ആൻഡ് ഉപയോഗിച്ചപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? അതായത് ആൻഡ് ഉപയോഗിക്കുമ്പോൾ 2 സെന്റൻസും ഒരേ ടെൻസ് ആയിരിക്കണം. അതായത് നമ്മൾ സിമ്പിൾ പ്രസന്റിലാണ് പറയണതെങ്കിൽ ആൻഡിന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരേ ആ സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെ ആയിരിക്കണം. അടുത്തത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ളതാണ് ബട്ട്. ബട്ട് എന്ന് വെച്ചാൽ എന്താ? എന്നാൽ, പക്ഷേ, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഞാൻ ശ്രമിച്ചു പക്ഷേ ഞാൻ തോറ്റുപോയി. ഞാൻ ശ്രമിച്ചു പക്ഷേ ഞാൻ തോറ്റുപോയി. ഐ ട്രൈഡ് ബട്ട് എന്നാൽ ഞാൻ തോറ്റുപോയി. ഐ ഫെയിൽഡ്. ഐ ട്രൈഡ് ബട്ട് ഐ ഫെയിൽഡ്. അവൾ പാവപ്പെട്ടവളാണ് എന്നാൽ അവൾ ഹാപ്പിയാണ്. എങ്ങനെ പറയും? അവൾ പാവപ്പെട്ടവളാണ്. ഷീ ഈസ് പുവർ എന്നാൽ ബട്ട് അവൾ ഹാപ്പിയാണ്. ഷീ ഈസ് ഹാപ്പി. അവൾ സന്തോഷമുള്ളവളാണ്. ഷീ ഈസ് ഹാപ്പി. അവൻ വിളിച്ചു പക്ഷേ ഞാൻ ഉത്തരം നൽകിയില്ല. എങ്ങനെ പറയും? അവൻ വിളിച്ചു ഹി കോൾഡ് എന്നാൽ ബട്ട് ഞാൻ ഉത്തരം നൽകിയില്ല. ഐ ഡിഡ്ന്റ് ആൻസർ. ഹി കോൾഡ് ബട്ട് ഐ ഡിഡ്ന്റ് ആൻസർ. അപ്പോൾ ബട്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്നാൽ, പക്ഷേ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് ബട്ട് ഉപയോഗിക്കാം. അടുത്തത് അതുകൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഏതൊക്കെ ഉപയോഗിക്കും? ഒരുപാട് ഉപയോഗിക്കും അല്ലേ. അതിൽ ആദ്യമുള്ളതാണ് സോ. സോ ഉപയോഗിക്കാൻ നമ്മുടെ ഒരു ദിവസം തന്നെ കടന്നു പോവില്ല അല്ലെ. അപ്പോൾ സോ എങ്ങനെയൊക്കെയാണ് വെക്കാൻ നോക്കാം. ഞാൻ ക്ഷീണിച്ചിരുന്നു അതുകൊണ്ട് നേരത്തെ ഞാൻ ഉറങ്ങി. എങ്ങനെ പറയും? ഞാൻ ക്ഷീണിച്ചിരുന്നു. ഐ വാസ് ടയേർഡ്. അതുകൊണ്ട് സോ. പിന്നെ എന്താണ് പറയേണ്ടത്? അതുകൊണ്ട് എന്താ ഉണ്ടായെന്നുള്ളതാണ് പിന്നെ സോ കഴിഞ്ഞ് പറയേണ്ടത്. അപ്പോൾ ഐ സ്ലെപ്റ്റ് ഏർലി. ഐ വാസ് ടയേർഡ് സോ ഐ സ്ലെപ്റ്റ് ഏർലി. ഞാൻ നേരത്തെ ഉറങ്ങി. മഴ പെയ്യുകയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഉള്ളിൽ തന്നെ ഇരുന്നു. ഇറ്റ് വാസ് റൈനിങ്. മഴ പെയ്യുകയായിരുന്നു അതുകൊണ്ട് സോ വി സ്റ്റേഡ് ഇൻസൈഡ്. ഞങ്ങൾ ഉള്ളിൽ തന്നെ ഇരുന്നു. ഇറ്റ് വാസ് റൈനിങ് സോ വി സ്റ്റേഡ് ഇൻസൈഡ്. അവൾ നന്നായി പരിശ്രമിച്ചു അതുകൊണ്ട് അവൾ പാസ്സായി. ഷീ വർക്ക്ഡ് ഹാർഡ് സോ ഷീ പാസ്ഡ്. ഷീ വർക്ക്ഡ് ഹാർഡ്. അവൾ കഠിനാധ്വാനം ചെയ്തു.
സോ അതുകൊണ്ട് ഷീ പാസ്ഡ് അവൾ വിജയിച്ചു. സോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് ഫോർമൽ ആയിട്ടോ ഇൻഫോർമൽ ആയിട്ടോ ഒക്കെ നമുക്ക് സംസാരിക്കുമ്പോൾ സോ ഉപയോഗിക്കാം. ഇനി അപ്പൊ ഈ ഫോർമൽ ഇൻഫോർമൽ എന്നൊക്കെ പറയുമ്പോൾ, ഫോർമൽ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ഓഫീസിലൊക്കെ നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അങ്ങനെയുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനാണ് ഫോർമൽ എന്ന് പറയുന്നത്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഫ്രണ്ട്സിനോടോ ഫാമിലിയോടൊക്കെ സംസാരിക്കില്ലേ, അങ്ങനെയുള്ള കാഷ്വൽ ആയിട്ടുള്ള സംസാരം, അങ്ങനെയുള്ള സംസാരത്തിനാണ് ഇൻഫോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമൽ ആയിട്ടോ ഇൻഫോർമൽ ആയിട്ടോ ഒക്കെ സോ ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിലും സംസാരിക്കുമ്പോൾ സോ ഉപയോഗിക്കാം. നമ്മളപ്പോൾ സോ പഠിച്ചു. സോ പഠിച്ച സ്ഥിതിക്ക് നമുക്ക് സോ ദാറ്റ് കൂടി പഠിക്കാം അല്ലെ. അപ്പൊ ഈ സോ ദാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയതിനാൽ, അതുകൊണ്ട് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അതായത് ഈ സോ ദാറ്റ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സോയുടെ ഇപ്പുറത്ത് ഏത് ടെൻസ് ആയാലും ഈ ദാറ്റ് കഴിഞ്ഞെപ്പോഴും ഏതെങ്കിലും ഒരു ഓക്സിലറി വേർബ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്സിലറീസ് എന്ന് പറയുമ്പോൾ ക്യാൻ, കുഡ്, വുഡ്, വിൽ അതൊക്കെ ഉണ്ടല്ലോ, അതേതെങ്കിലും ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഈ സോ ദാറ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പർപ്പസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സോ ദാറ്റ് ഉപയോഗിക്കുന്നത്. അവൾ സാവധാനത്തിൽ സംസാരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പറയാൻ ഷീ സ്പീക്സ് സ്ലോലി സോ ദാറ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഷീ സ്പീക്സ് സ്ലോലി, അവൾ പതുക്കെ സംസാരിക്കുന്നു. സോ ദാറ്റ് അതുകൊണ്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നേരത്തെ ഉണർന്നു, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഐ വോക്ക് അപ്പ് ഏർലി സോ ദാറ്റ് ഐ കുഡ് സ്റ്റഡി. അപ്പോൾ നേരത്തെയുള്ള സെന്റൻസിലും ക്യാൻ വെച്ചു ഓക്സിലറി, ഇപ്പോൾ ഉള്ളതിലും കുഡ് വെച്ചു, അത് ഓക്സിലറിയാണ്. ഓക്കെ, അപ്പോൾ സോ ദാറ്റ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ അപ്പുറത്തൊരു ഓക്സിലറി വേർബ് ഉപയോഗിച്ചിട്ടാണ് പറയേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് വെറുതെ സോ വെച്ചാൽ മതിയാകും. ഓക്സിലറി ഇല്ലാതെ നിങ്ങൾക്കൊരു സെൻറ്റൻസ് പറയണമെന്നുണ്ടെങ്കിൽ സോ മാത്രം മതി. സോ ദാറ്റ് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ഓക്സിലറി വേർബ് വേണം എന്നാണ് അതിൻ്റെ ഒരു നിയമം. ഇത് സംസാരിക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം, പക്ഷെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഐ വോക്ക് അപ്പ് ഏർലി സോ ദാറ്റ് ഐ കുഡ് സ്റ്റഡി. അവൻ പണം സേവ് ചെയ്തു, അതുകൊണ്ട് അവന് യാത്ര ചെയ്യാൻ കഴിഞ്ഞു. ഹീ സേവ്ഡ് മണി സോ ദാറ്റ് ഹീ കുഡ് ട്രാവൽ. ഹീ സേവ്ഡ് മണി സോ ദാറ്റ് ഹീ കുഡ് ട്രാവൽ. ഓക്കെ, അപ്പോൾ സോ ദാറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇപ്പോൾ അതുകൊണ്ട് എന്നുള്ളതിന് സോ ആണ് ഉപയോഗിക്കാന്ന് പറഞ്ഞു. അത് ഫോർമലായിട്ട് ഇൻഫോർമലായിട്ട് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി കൂടുതലായിട്ട് ഫോർമലായിട്ട് ഉപയോഗിക്കേണ്ട ഒന്നാണ് ഇതുപോലെ അതുകൊണ്ട് എന്നുള്ള അർത്ഥത്തിലുള്ള മറ്റൊന്നാണ് therefore. അപ്പൊ ഈ therefore എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അവൻ വന്നില്ലായിരുന്നു, അതുകൊണ്ട് അവന് പരീക്ഷ മിസ്സായി. എങ്ങനെ പറയും? ഹി വാസ് ആബ്സെന്റ്, അവൻ ആബ്സെന്റ് ആയിരുന്നു, അതുകൊണ്ട് therefore ഹി മിസ്ഡ് ദ എക്സാം, അവന് പരീക്ഷ നഷ്ടമായി. അപ്പം therefore എന്നുള്ളത് ഒരു ഫോർമലായിട്ട് സോ വെച്ചാൽ മതിയാകും. ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൂടുതലായിട്ട് therefore ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഹി വാസ് ആബ്സെന്റ് therefore ഹി മിസ്ഡ് ദ എക്സാം. വൈകുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറപ്പെട്ടേ പറ്റൂ. അപ്പൊ വൈകുന്നു എന്നുള്ളതിന് ഇറ്റ് ഈസ് ലേറ്റ്. therefore അതുകൊണ്ട് ഞങ്ങൾക്ക് പുറപ്പെട്ടേ പറ്റൂ. ചെയ്തേ പറ്റൂ എന്നുള്ളതിന്റെ സെന്റൻസ് സ്ട്രക്ചർ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഏതാ? മസ്റ്റ് അല്ലെ? വി മസ്റ്റ് ലീവ്, ഞങ്ങൾക്ക് പുറപ്പെട്ടേ പറ്റൂ. ഇറ്റ് ഈസ് ലേറ്റ് therefore വി മസ്റ്റ് ലീവ്. അവൾ അപേക്ഷിച്ചില്ല, അതുകൊണ്ട് അവൾ തിരഞ്ഞെടുക്കപ്പെട്ടില്ല എന്ന് പറയാൻ ഷീ ഡിഡ്ന്റ് അപ്ലൈ, അവൾ അപേക്ഷിച്ചില്ല. therefore ഷീ വാസ് നോട്ട് സെലക്ടഡ്, അവൾ തിരഞ്ഞെടുക്കപ്പെട്ടില്ല. ഷീ ഡിഡ്ന്റ് അപ്ലൈ, അവൾ അപേക്ഷിച്ചില്ല. therefore അതുകൊണ്ട് ഷീ വാസ് നോട്ട് സെലക്ടഡ്, അവൾ തിരഞ്ഞെടുക്കപ്പെട്ടില്ല. ഷീ ഡിഡ്ന്റ് അപ്ലൈ therefore ഷീ വാസ് നോട്ട് സെലക്ടഡ്. അപ്പോ therefore മനസ്സിലായല്ലോ. ഫോർമൽ ആയിട്ട് അതുകൊണ്ട് എന്ന് പറയാനാണ് therefore ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റൊന്നും കൂടെ ഉണ്ട് അതുകൊണ്ട് എന്ന് പറയാൻ. അപ്പോൾ thus എന്നാണ്. thus എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിനാൽ എന്നാണ് അർത്ഥം. അതായത് ഇത് എപ്പോഴും ഫോർമൽ ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഫോർമൽ ആയിട്ട് ഒരു റിസൾട്ട് പറയാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. thus എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാൽ. അപ്പൊ നമുക്ക് എക്സാമ്പിൾസിലേക്ക് പോവാം. അവന് അസുഖമായിരുന്നു, അതുകൊണ്ട് അവന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഹി വാസ് ഇൽ, അവൻ അസുഖമായിരുന്നു. thus അതിനാൽ. ഹി കുഡന്റ് അറ്റൻഡ്, അവന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അവൻ അസുഖമായിരുന്നു, അതിനാൽ അവന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഹി വാസ് ഇൽ thus ഹി കുഡന്റ് അറ്റൻഡ്. റോഡ് ബ്ലോക്ക് ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു എന്ന് പറയാൻ the road was blocked thus അതിനാൽ we returned, ഞങ്ങൾ തിരിച്ചു. the road was blocked thus we returned. അവൾ ദിവസവും പരിശീലിച്ചു, അതിനാൽ അവൾ മെച്ചപ്പെട്ടു. she practiced daily thus she was improved. she practiced daily, അവൾ ദിവസവും പരിശീലിച്ചു. thus അതുകൊണ്ട് she was improved, അവൾ മെച്ചപ്പെട്ടിരുന്നു. she practiced daily thus she was improved. thus മനസ്സിലായല്ലോ. thusഉം ഫോർമൽ റിസൾട്ട് പറയാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് hence.
ഹെൻസ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് കൂടുതലായിട്ട് ഫോമലായിട്ട് വളരെ ലോജിക്കൽ ആയിട്ടുള്ള റീസൺ പറയാനാണ്. അതായത് അങ്ങനെ ഇങ്ങനെയുള്ള ഒരു റീസൺ ഒന്നുമല്ല, വളരെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു റീസൺ പറയാനായിട്ടാണ് ഹെൻസ് ഉപയോഗിക്കുന്നത്. അതും വളരെ ഫോമലായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഹെൻസ് എന്നുള്ളത്. ഇനി അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. വൈകിയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പോയി. അപ്പോ ഇറ്റ് വാസ് ലേറ്റ്, ഹെൻസ് വി ലെഫ്റ്റ്. ഇവിടെ വളരെ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇറ്റ് വാസ് ലേറ്റ്, വൈകിയിരുന്നു, ഹെൻസ് അതുകൊണ്ട് വി ലെഫ്റ്റ്, ഞങ്ങൾ പോയി. തെളിവില്ലായിരുന്നു, അതുകൊണ്ട് കേസ് അവസാനിപ്പിച്ചു. അങ്ങനെ പറയാൻ there was no evidence, തെളിവില്ലായിരുന്നു, hence അതുകൊണ്ട് the case was closed, കേസ് അവസാനിപ്പിച്ചു. there was no evidence, hence the case was closed. അവൻ സത്യസന്ധനാണ്, അതുകൊണ്ട് ഞങ്ങൾ അവനെ വിശ്വസിക്കുന്നു. അപ്പോ he is honest, hence we trust him. he is honest, അവൻ സത്യസന്ധനാണ്, hence അതുകൊണ്ട് we trust him, ഞങ്ങൾ അവനെ വിശ്വസിക്കുന്നു. he is honest, hence we trust him. അപ്പോൾ അതുകൊണ്ട് എന്നുള്ളതിന് കഴിഞ്ഞു. ഇനി നമ്മളെപ്പോഴും കാരണം, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അത് കാരണം എന്ന് പറയും. അത് ഏതാണ് ഉപയോഗിക്കാറുള്ളത്? യെസ്, ബിക്കോസ്. ബിക്കോസ് ആണ് നമ്മളെപ്പോഴും കാരണം എന്ന് പറഞ്ഞ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ബിക്കോസ് എങ്ങനെയാണ് ഉപയോഗിക്കാൻ നോക്കാം. ഡയറക്റ്റ് ആയിട്ട് ഒരു റീസൺ പറയാനാണ് ബിക്കോസ് ഉപയോഗിക്കുന്നത്. ഞാൻ പോയില്ല കാരണം എനിക്ക് അസുഖമായിരുന്നു. എങ്ങനെ പറയും? ഐ ഡിഡ്ന്റ് ഗോ, ഞാൻ പോയില്ല. ബിക്കോസ് കാരണം ഐ വാസ് സിക്ക്, എനിക്ക് അസുഖമായിരുന്നു. ഐ ഡിഡ്ന്റ് ഗോ ബിക്കോസ് ഐ വാസ് സിക്ക്. അവൾ കരഞ്ഞു കാരണം അവൾക്ക് വേദനിച്ചിരുന്നു. ഷീ ക്രൈഡ് ബിക്കോസ് കാരണം ഷീ വാസ് ഹേർട്ട്, അവൾക്ക് വേദനിച്ചിരുന്നു. ഷീ ക്രൈഡ് ബിക്കോസ് ഷീ വാസ് ഹേർട്ട്. അവൻ തോറ്റു കാരണം അവൻ പഠിച്ചില്ല. ഹി ഫെയിൽഡ് ബിക്കോസ് ഹി ഡിഡ്ന്റ് സ്റ്റഡി. ഹി ഫെയിൽഡ്, അവൻ തോറ്റു. ബിക്കോസ് കാരണം ഹി ഡിഡ്ന്റ് സ്റ്റഡി, അവൻ പഠിച്ചില്ല. ഹി ഫെയിൽഡ് ബിക്കോസ് ഹി ഡിഡ്ന്റ് സ്റ്റഡി. ഈ ബിക്കോസ് എന്ന് പറയുമ്പോൾ കാരണം എന്ന് പറഞ്ഞ് നമ്മൾ സെന്റൻസ് വെച്ചില്ലേ, ഇതുപോലെ ബിക്കോസ് ഓഫ് എന്ന് വെക്കാം. അപ്പൊ അടുത്ത കണക്റ്റർ ബിക്കോസ് ഓഫ്. ഈ ബിക്കോസ് ഓഫ് എന്നുള്ളതിനൊപ്പം എപ്പോഴും ഒരു നൗൺ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എക്സാമ്പിൾ പറയാം. ഭയങ്കര മഴ കാരണം മാച്ച് ക്യാൻസൽ ചെയ്യപ്പെട്ടു. എങ്ങനെ പറയും? ബിക്കോസ് ഓഫ് ഹെവി റെയിൻ. ഭയങ്കര മഴ കാരണം ബിക്കോസ് ഓഫ് ഹെവി റെയിൻ ദ മാച്ച് വാസ് cancelled. Because of heavy rain the match was cancelled. മാച്ച് ക്യാൻസൽ ചെയ്യപ്പെട്ടു. ഇനി ബിക്കോസ് ഓഫ് എന്നുള്ളത് ആദ്യമല്ല, അതിന്റെ മിഡിലായിട്ടും വെക്കാം. ഒരു 2 സെന്റൻസിന്റെ മിഡിലായിട്ടും വെക്കാം. അസുഖം കാരണം അവൾ ഹാജരായില്ല. എങ്ങനെ പറയും? ഷീ വാസ് ആബ്സെന്റ്, അവൾ ആബ്സെന്റ് ആയിരുന്നു. ബിക്കോസ് ഓഫ് ഇൽനെസ്, അസുഖം കാരണം. ഷീ വാസ് ആബ്സെന്റ് ബിക്കോസ് ഓഫ് ഇൽനെസ്. ട്രാഫിക് കാരണം ഞങ്ങൾ വൈകി എത്തി. എങ്ങനെ പറയും? We arrived late because of traffic. Because of traffic we arrived late. Because of traffic, traffic കാരണം we arrived late, ഞങ്ങൾ ലേറ്റ് ആയിട്ട് എത്തി. ഇതുപോലെ കാരണം എന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിൻസ് എന്നുള്ളത്. അപ്പോൾ അടുത്ത കണക്ടർ എന്ന് പറയുന്നത് സിൻസ്. സിൻസ് എന്ന് ഉപയോഗിക്കുന്നത് കാരണം, അതിനാൽ എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ സിൻസ് ഉപയോഗിക്കാറുണ്ട്. അതിനു മുമ്പ് നമ്മൾ എക്സ്പ്രഷൻസിൽ സിൻസ് പഠിച്ചു അല്ലെ? എങ്ങനെയാണ് പറഞ്ഞത്? 2010 മുതൽ ഞാൻ ഇവിടെ താമസിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് ലിവ്ഡ് ഹിയർ സിൻസ് 2010. 2010 മുതൽ ഞാൻ ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ കാരണം എന്നുള്ള അർത്ഥത്തിൽ നോക്കാം നമുക്ക്. നിങ്ങൾ ക്ഷീണിച്ചതിനാൽ റെസ്റ്റ് ചെയ്യൂ എന്ന് പറയാൻ ക്ഷീണിച്ചത് കൊണ്ട് റെസ്റ്റ് ചെയ്യൂ, ക്ഷീണിച്ചതിനാൽ റെസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറയാൻ സിൻസ് യു ആർ ടയേർഡ്. ക്ഷീണിച്ചതിനാൽ, സിൻസ് യു ആർ ടയേർഡ്, നിങ്ങൾ ക്ഷീണിച്ചതിനാൽ. ടേക്ക് റെസ്റ്റ്, റെസ്റ്റ് ചെയ്യൂ. സിൻസ് യു ആർ ടയേർഡ് ടേക്ക് റെസ്റ്റ്. മഴ പെയ്തുകൊണ്ടിരുന്നതിനാൽ ഞങ്ങൾ വീട്ടിലിരുന്നു. എങ്ങനെ പറയും? മഴ പെയ്തുകൊണ്ടിരുന്നു എന്ന് പറയാൻ ഇറ്റ് വാസ് റെയിനിങ്. ഇനി മഴ പെയ്തുകൊണ്ടിരുന്നതിനാൽ എന്ന് പറയാൻ സിൻസ് ഇറ്റ് വാസ് റെയിനിങ് വി സ്റ്റേഡ് ഹോം, ഞങ്ങൾ വീട്ടിലിരുന്നു. സിൻസ് ഇറ്റ് വാസ് റെയിനിങ് വി സ്റ്റേഡ് ഹോം. അടുത്തത് ആസ്. ആസ് എന്നുള്ളതും ഇതുപോലെ കാരണം, അതിനാൽ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ ആസ് ഉപയോഗിക്കാറുണ്ട്. ആസിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, എന്നാലും നമ്മൾ കൂടുതലായിട്ടും പോലെ എന്നുള്ള അർത്ഥത്തിൽ ആസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിനാൽ എന്നുള്ള അർത്ഥത്തിലും ആസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പോലെ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞാനിത് ചെയ്യും എന്ന് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയാനോ യു വിഷ്, നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എന്ന് പറയാൻ ആസ് യു വിഷ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞാനിത് ചെയ്യും. ഐ വിൽ ഡു ഇറ്റ്. ആസ് യു വിഷ് ഐ വിൽ ഡു ഇറ്റ്. ഓക്കെ, അപ്പൊ പോലെ എന്നുള്ള അർത്ഥത്തിൽ ആസ് എങ്ങനെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അതിനാൽ എന്നുള്ള അർത്ഥം വരുന്ന തരത്തിൽ എങ്ങനെ ആസ് ഉപയോഗിക്കാൻ നോക്കാം. വൈകിയിരുന്നതിനാൽ ഞങ്ങൾ പോയി എന്ന് പറയാൻ ആസ് ഇറ്റ് വാസ് ലേറ്റ്, വൈകിയിരുന്നതിനാൽ. വി ലെഫ്റ്റ്, ഞങ്ങൾ പോയി. ആസ് ഇറ്റ് വാസ് ലേറ്റ് വി ലെഫ്റ്റ്. ഞാൻ ബിസി ആയിരുന്നതിനാൽ, ഞാൻ തിരക്കായിരുന്നതിനാൽ ഞാൻ ആൻസർ ചെയ്തില്ല.
As I was busy, I didn't answer. As I was busy, ഞാൻ തിരക്കായതിനാൽ ഞാൻ ആൻസർ ചെയ്തില്ല. I didn't answer. As I was busy, I didn't answer. അടുത്തത് നമുക്ക് ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയാനായിട്ട് വൈലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരേ സമയത്ത് ഉണ്ടാകുന്ന രണ്ട് ആക്ഷൻ പറയാനാണ് വൈൽ ഉപയോഗിക്കുന്നത്. രണ്ട് പ്രവൃത്തികൾ പറയാനാണ് വൈൽ ഉപയോഗിക്കുന്നത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ കുക്ക് ചെയ്യായിരുന്നു എന്ന് പറയാൻ ഷീ വാസ് കുക്കിംഗ് വൈൽ ഐ വാസ് സ്റ്റഡിയിങ്. ഷീ വാസ് കുക്കിംഗ്, അവൾ കുക്ക് ചെയ്യുകയായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈൽ ഐ വാസ് സ്റ്റഡിയിങ്. അപ്പോൾ ഇവിടെ വൈൽ എന്നുള്ളതിന്റെ തൊട്ടിപ്പുറത്തും പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, ഇപ്പുറത്തും പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇവിടെ വൈലിനൊപ്പം എപ്പോഴും ING ഫോം ഉപയോഗിക്കണം നിർബന്ധമാണ്. അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. പാസ്റ്റിലെ കാര്യങ്ങൾ പറയാനാണ് കൂടുതലായിട്ട് വൈൽ ഉപയോഗിക്കാറുള്ളത്. ഇനി പ്രസന്റിലെ കാര്യം പറഞ്ഞു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. പ്രസന്റിലെ കാര്യം പറയുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വൈലിനൊപ്പം എപ്പോഴും ING ഫോം, വേർബിന്റെ ING ഫോം ഉപയോഗിക്കുന്നത് നിർബന്ധമാണ്. ഇനി ഒരേ ആളുകളാണ് രണ്ട് പ്രവൃത്തികളും ചെയ്യുന്നതെങ്കിൽ വൈൽ എന്നുള്ളതിനൊപ്പം ആ വേർബിന്റെ ING ഫോം മാത്രം ഉപയോഗിച്ചാൽ മതി. അതായത് കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയാൻ, അപ്പൊ സംസാരിക്കരുത് എന്ന് പറയാൻ ഡോണ്ട് ടോക്ക്. കഴിക്കുമ്പോൾ വൈൽ ഈറ്റിംഗ്. കണ്ടോ, അവിടെ ആ വേർബിന്റെ ING ഫോം മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഏതോ സബ്ജക്റ്റ് എന്നൊന്നും നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടില്ല. ഡോണ്ട് ടോക്ക് വൈൽ ഈറ്റിംഗ്. ഇനി TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഉറങ്ങി. ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, അപ്പൊ എങ്ങനെ പറയും? ഹീ സ്ലെപ്റ്റ്. അവൻ ഉറങ്ങി TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വൈൽ വാച്ചിങ് TV. അപ്പൊ ഇവിടെ രണ്ട് പ്രാവശ്യം ആ സബ്ജക്റ്റ് ആവർത്തിച്ചിട്ടില്ല. കാരണം ഹീ സ്ലെപ്റ്റ്, അവൻ ഉറങ്ങി, അവൻ തന്നെയാണ് TV കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ വീണ്ടും ഹി വാസ് വാച്ചിങ് TV എന്ന് പറയേണ്ട ആവശ്യമില്ല. ഹീ സ്ലെപ്റ്റ്, അവൻ ഉറങ്ങി വൈൽ വാച്ചിങ് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഇനി രണ്ട് സബ്ജക്റ്റ് ആണെങ്കിലോ അവൾ TV കാണുമ്പോൾ അവൻ ഉറങ്ങി എന്ന് പറയാനോ? അപ്പൊ ഇവിടെ രണ്ടും ING ഫോം ഉപയോഗിക്കണമെന്നില്ല. വൈലിനൊപ്പം മാത്രമാണ് ING ഫോം ഉപയോഗിക്കുന്നത് നിർബന്ധം. ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഹീ സ്ലെപ്റ്റ് വൈൽ ഷീ വാസ് വാച്ചിങ് TV. അവൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഉറങ്ങി. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വൈൽ വൈലിനൊപ്പം നിൽക്കുന്ന സെന്റൻസ് എപ്പോഴും ING ഫോമിലായിരിക്കണം. അതിനിപ്പുറത്തുള്ളത് സിമ്പിൾ പാസ്റ്റോ അല്ലെങ്കിൽ അതും ING ഫോമിലായാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ രണ്ടും ഒരേ ആളുകൾ തന്നെയാണ് രണ്ട് പ്രവൃത്തികളും ചെയ്യുന്നതെങ്കിൽ വൈലിനൊപ്പം വേർബിന്റെ ING ഫോം വെക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പൊ വൈൽ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്ത കണക്ടറിലേക്ക് പോവാം. വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് വേറസ് ഉപയോഗിക്കാം. അപ്പൊ അടുത്ത കണക്ടർ വേറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സമയം എന്നുള്ള അർത്ഥത്തിലാണ്. അതേ സമയം. അപ്പൊ ഈ അതേ സമയം എന്നുള്ളത് എങ്ങനെയാണ് ഒരു സെന്റൻസിൽ വരിക എന്നുള്ളത് ഞാൻ എക്സാമ്പിൾസ് പറയാം. അവൻ ശാന്തനാണ്, അവൻ കാമാണ്. അതേസമയം അവന്റെ സഹോദരൻ വളരെ അഗ്രസീവ് ആണ്, വളരെ ഒരു ആക്രോശിക്കുന്ന ഒരു ക്യാരക്ടറാണ് എന്ന് പറയാൻ ഹീസ് കാം വേറസ് ഹിസ് ബ്രദർ ഈസ് അഗ്രസീവ്. ഹീസ് കാം, അവൻ കാമാണ്. അതേസമയം, അപ്പോൾ വേറെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു അഭിപ്രായമാണ് ഈ വേറസ് കഴിഞ്ഞിട്ട് നമ്മൾ പറയേണ്ടത്. ഹിസ് ബ്രദർ ഈസ് അഗ്രസീവ്. അപ്പൊ അതായത് ഈ ബ്രദർ ഇവനെ പോലെയല്ല അവന്റെ ബ്രദർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം അവന്റെ ബ്രദർ അഗ്രസീവ് ആണ്. ഓക്കെ, ഹീസ് കാം വേറസ് ഇവിടെ നമുക്ക് എന്നാൽ അവന്റെ ബ്രദർ അങ്ങനെയൊക്കെ വെക്കാം, ബട്ടൊക്കെ വെക്കാം. അതേസമയം എന്നുള്ള അർത്ഥം കിട്ടാനാണ് ഈ വേറസ് ഉപയോഗിക്കുന്നത്. ഹീസ് കാം വേറസ് ഹിസ് ബ്രദർ ഈസ് അഗ്രസീവ്. അവൾ ചായ ഇഷ്ടപ്പെടുന്നു, അതേസമയം ഞാൻ കോഫിയാണ് ഇഷ്ടപ്പെടുന്നത്. ഷീ ലൈക്സ് ടീ വേറസ് ഐ പ്രിഫർ കോഫി. ഷീ ലൈക്സ് ടീ വേറസ് അതേസമയം ഐ പ്രിഫർ കോഫി, ഞാൻ തിരഞ്ഞെടുക്കുന്നത് കോഫിയാണ്. ദിസ് കാർ ഈസ് ചീപ്പ്. ഈ കാർ വില കുറഞ്ഞതാണ്, അതായത് ചീപ്പാണ്. അതേസമയം അത് കോസ്റ്റ്ലി ആണ്. അങ്ങനെ പറയാൻ ദിസ് കാർ ഈസ് ചീപ്പ് വേറസ് അതേസമയം ദാറ്റ് വൺ ഈസ് കോസ്റ്റ്ലി, അത് കോസ്റ്റ്ലി ആണ്. ദിസ് കാർ ഈസ് ചീപ്പ് വേറസ് ദാറ്റ് വൺ ഈസ് കോസ്റ്റ്ലി. ഇനി എപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഡെസ്പൈറ്റും ഇൻസ്പൈറ്റ് ഓഫ്. ഇത് രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. എന്നാലും നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. സെപ്പറേറ്റ് ആയിട്ട് എക്സാമ്പിൾസ് നോക്കാം. ഡെസ്പൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നാലും എന്നാണ് അർത്ഥം. നമ്മൾ ഒരു കാര്യം ഉണ്ടെങ്കിലും അതിന് വിപരീതമായ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുക, അതാണ് എപ്പോഴും ഡെസ്പൈറ്റിന്റെ ഒപ്പം എപ്പോഴും നൗൺ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇനിയിപ്പോ എന്തെങ്കിലും ഒരു പ്രവൃത്തി വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്ജക്റ്റീവ് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ബീയിങ് ചേർക്കണം എന്ന് മാത്രം. അപ്പൊ എക്സാമ്പിൾസ് പറയാം. മഴ ഉണ്ടായിരുന്നാലും ഞങ്ങൾ കളിച്ചു. എങ്ങനെ പറയും? ഡെസ്പൈറ്റ് ദ റെയിൻ. മഴയുണ്ടായിരുന്നാലും ഞങ്ങൾ കളിച്ചു. വി പ്ലേഡ്. ഡെസ്പൈറ്റ് ദ റെയിൻ വി പ്ലേഡ്. അവന്റെ പരിശ്രമം ഉണ്ടായിരുന്നാലും അവൻ തോറ്റു. എങ്ങനെ പറയും? ഡെസ്പൈറ്റ് ഹിസ് എഫേർട്സ്. കണ്ടോ, ഡെസ്പൈറ്റിന്റെ ഒപ്പം എപ്പോഴും നൗൺ ആണ് വരുന്നത്. ഹിസ് എഫേർട്സ് അവന്റെ പരിശ്രമം. അവന്റെ പരിശ്രമം ഉണ്ടായിരുന്നാലും ഡെസ്പൈറ്റ് ഹിസ് എഫേർട്സ് ഹി ഫെയിൽഡ് അവൻ തോറ്റു.
ക്ഷീണിതയായിരുന്നാലും അവൾ തുടർന്നു. അപ്പൊ ഇവിടെ എങ്ങനെയാ നൗൺ വെക്കാൻ പറ്റില്ല. ക്ഷീണിതയായതുകൊണ്ട്, ക്ഷീണിതയായിട്ടുണ്ടായിരുന്നാലും എന്ന് പറയണം. അപ്പൊ നമുക്ക് ഇവിടെ ക്ഷീണിതയാവുക എന്നുള്ളതിന് ബീയിങ് ടയേർഡ് എന്ന് പറയാം. അതുപോലെ ഇപ്പൊ ഹാപ്പി ആയിരുന്നാലും എന്ന് പറയാന് ബീയിങ് ഹാപ്പി, ഹാപ്പി ആയതുകൊണ്ട് എന്നാണ് അവിടെ അർത്ഥം വരുന്നത് കേട്ടോ, ബീയിങ് വെക്കുമ്പോൾ. അപ്പൊ ഇവിടെ ക്ഷീണിതയായിട്ടുണ്ടായിരുന്നാലും എന്നാണ് പറയുന്നത്. അപ്പോൾ ഡെസ്പൈറ്റ് ബീയിങ് ടയേർഡ്, ക്ഷീണിതയായിരുന്നാലും അവൾ തുടർന്നു. ഷീ കണ്ടിന്യൂഡ്. ഡെസ്പൈറ്റ് ബീയിങ് ടയേർഡ് ഷീ കണ്ടിന്യൂഡ്. ഓക്കെ, ഡെസ്പൈറ്റിന്റെ ആ ഒരു ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതേപോലെ തന്നെയാണ് ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിക്കുന്നത്. അപ്പൊ അടുത്ത കണക്ടർ എന്ന് പറയുന്നത് ഇൻസ്പൈറ്റ് ഓഫ്. ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാലും ഡെസ്പൈറ്റിന്റെ അതേ മീനിങ് തന്നെയാണ്, ഉണ്ടായിരുന്നാലും. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ട്രാഫിക് ഉണ്ടായിരുന്നാലും ഞങ്ങൾ സമയത്തിനെത്തി. എങ്ങനെ പറയും? ഇൻ സ്പൈറ്റ് ഓഫ് ദ ട്രാഫിക്. ട്രാഫിക് ഉണ്ടായിരുന്നാലും വി അറൈവ്ഡ് ഓൺ ടൈം. ഞങ്ങൾ സമയത്തിനെത്തി. വി അറൈവ്ഡ് ഓൺ ടൈം. ഓൺ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യസമയത്തിന്, സമയത്തിനെത്തുക എന്നുള്ളതിനാണ് ഓൺ ടൈം എന്ന് പറയുന്നത്. വി അറൈവ്ഡ് ഓൺ ടൈം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ഡെസ്പൈറ്റ് ഇൻസ്പൈറ്റ് ഓഫ്. അവിടെ ഫോമൽ ഇൻഫോമൽ അങ്ങനെയൊന്നുമില്ല. ഫോമൽ ആയാലും ഇൻഫോമൽ ആയാലും ഒക്കെ നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഏതാണോ നമുക്ക് സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡെസ്പൈറ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഇൻസ്പൈറ്റ് ഓഫ് ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ പേര് ഉപയോഗിക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഏതായാലും കറക്റ്റ് തന്നെയാണ്, ഒരേ മീനിങ് തന്നെയാണ്. വേദന ഉണ്ടായിരുന്നാലും അവൾ ചിരിച്ചു. ഇൻ സ്പൈറ്റ് ഓഫ് പെയിൻ ഷീ സ്മൈൽഡ്. ഇൻ സ്പൈറ്റ് ഓഫ് പെയിൻ, വേദന ഉണ്ടായിരുന്നാലും ഷീ സ്മൈൽഡ്, അവൾ ചിരിച്ചു. ഇൻ സ്പൈറ്റ് ഓഫ് പെയിൻ ഷീ സ്മൈൽഡ്. ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നാലും അവർ വിജയിച്ചു. എങ്ങനെ പറയും? ഇൻ സ്പൈറ്റ് ഓഫ് വെച്ച്. ഇൻ സ്പൈറ്റ് ഓഫ് ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നാലും ദേ സക്സീഡഡ്, അവർ വിജയിച്ചു. ഇൻ സ്പൈറ്റ് ഓഫ് ഡിഫിക്കൽട്ടീസ് ദേ സക്സീഡഡ്. ഇനി അടുത്തത് എയ്തർ ഓർ. അപ്പൊ ഇത് എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട്, അല്ലെങ്കിൽ വായിക്കുമ്പോഴൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് സെൻസ് ഈ എയ്തർ ഓർ ഒക്കെ വെച്ച് കണ്ടിട്ടുണ്ടാവും. എന്തായാലും അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞ് പ്രാക്ടീസ് നോക്കാം. അപ്പൊ എയ്തർ ഓർ എന്നുള്ളതിന്റെ അർത്ഥം എന്താ? ഒന്നുകിൽ അല്ലെങ്കിൽ, അതാണ് അർത്ഥം. ഒന്നുകിൽ നീ വരുന്നു അല്ലെങ്കിൽ ഞാൻ പോകും, അങ്ങനെ പറയാൻ. അപ്പോ എയ്തർ നീ വരുന്നു എന്ന് പറയാൻ യു കം. എയ്തർ യു കം, ഒന്നുകിൽ നീ വരുന്നു, അല്ലെങ്കിൽ ഓർ ഞാൻ പോകും, ഐ വിൽ ലീവ്. എയ്തർ യു കം ഓർ ഐ വിൽ ലീവ്. ഓക്കെ, അപ്പൊ എയ്തർ ഓർ എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിനക്ക് ഒന്നുകിൽ വിളിക്കാം അല്ലെങ്കിൽ എന്നെ ടെക്സ്റ്റ് ചെയ്യാം. അങ്ങനെ പറയാൻ യു ക്യാൻ എയ്തർ കോൾ ഓർ ടെക്സ്റ്റ് മീ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, യു ക്യാൻ എന്നുള്ളത് ആദ്യം വെച്ചതിന് ശേഷം ബാക്കി രണ്ട് വേർബ് വെക്കുന്നത്, അതായത് വിളിക്കാം, ടെക്സ്റ്റ് ചെയ്യാം, ഇത് രണ്ടും വെക്കാനായിട്ട് വീണ്ടും യു ക്യാൻ എന്ന് വെക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ കഴിഞ്ഞ് എയ്തർ കോൾ ഓർ ടെക്സ്റ്റ് മീ. യു ക്യാൻ എയ്തർ കോൾ ഓർ ടെക്സ്റ്റ് മീ. ഒന്നുകിൽ ഇപ്പോൾ പഠിക്കൂ അല്ലെങ്കിൽ പിന്നീട് പശ്ചാത്തപിക്കൂ. അങ്ങനെ പറയാൻ എയ്തർ സ്റ്റഡി നൗ ഓർ റിഗ്രറ്റ് ലേറ്റർ. എയ്തർ സ്റ്റഡി നൗ, ഒന്നുകിൽ ഇപ്പോൾ പഠിക്കൂ, ഓർ അല്ലെങ്കിൽ റിഗ്രറ്റ് ലേറ്റർ, പിന്നീട് പശ്ചാത്തപിക്കൂ. അപ്പോൾ എയ്തർ ഓർ എന്നുള്ളത് എങ്ങനെ വെക്കാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എങ്ങനെയാണ് സംസാരത്തിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതേപോലെ തന്നെയാണ് നെയ്തർ നോർ. അപ്പൊ ഇതിന്റെ അർത്ഥം അതുമില്ല ഇതുമില്ല, അങ്ങനെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ആ സത്യം എനിക്കും അറിയില്ലായിരുന്നു അവനും അറിയില്ലായിരുന്നു. എങ്ങനെ പറയും? നെയ്തർ ഹി, അവനും ഇല്ല, നോർ ഐ, എനിക്കും ഇല്ല. എന്തില്ല? ന്യൂ, അറിയില്ലായിരുന്നു. എന്ത്? ദ ട്രൂത്ത്, ആ സത്യം. നെയ്തർ ഹി നോർ ഐ ന്യൂ ദ ട്രൂത്ത്. അവൾക്ക് ചായയും ഇഷ്ടമല്ല കാപ്പിയും ഇഷ്ടമല്ല. എങ്ങനെ പറയും? അപ്പൊ ആദ്യം തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള വേർബ് അവിടെ വെക്കുകയാണ് വേണ്ടത്. അപ്പൊ ഷീ ലൈക്സ്, അവൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു വേർബ് വെക്കുക. എന്നിട്ട് പിന്നെ അതിന്റെ നെഗറ്റീവ് ആക്കുക ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ നെയ്തർ വെക്കുന്നു. നെയ്തർ എന്താണ് ഇഷ്ടമല്ലാത്തത്? ടീ. പിന്നെ എന്താ ഇഷ്ടമല്ലാത്തത്? കോഫി. അപ്പൊ നോർ കോഫി. ഷീ ലൈക്സ് നെയ്തർ ടീ നോർ കോഫി. ഷീ ലൈക്സ് എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് സെന്റൻസ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ പിന്നീട് നെയ്തർ വയ്ക്കുമ്പോൾ എന്തായി? അത് നെഗറ്റീവ് സെന്റൻസ് ആയി മാറി. അപ്പോൾ ഷീ ലൈക്സ് നെയ്തർ ടീ നോർ കോഫി. സന്തോഷം വാങ്ങാൻ പണം കൊണ്ടും കഴിയില്ല, പവർ കൊണ്ടും കഴിയില്ല. അപ്പൊ അങ്ങനെ പറയാൻ ആദ്യം എന്തുകൊണ്ട് കഴിയില്ല, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കഴിയാത്തത് എന്ന് നെയ്തർ വെച്ച് പറയാം. അപ്പൊ നെയ്തർ മണി നോർ പവർ. അപ്പൊ മണി കൊണ്ടും പറ്റില്ല, പവർ കൊണ്ടും പറ്റില്ല. അപ്പൊ നെയ്തർ മണി നോർ പവർ. പിന്നെ നമുക്ക്
കഴിയില്ല എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇവിടെ ക്യാൻ വെക്കാം, കാരണം ഇപ്പഴത്തെ നെഗറ്റീവ് ആയി കഴിഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് cannot ഒന്നും വെക്കണ്ട, ക്യാൻ എന്ന് വെച്ചാൽ മതിയാവും. ക്യാൻ ബൈ ദ ഹാപ്പിനെസ്, വാങ്ങാൻ കഴിയില്ല, സന്തോഷം വാങ്ങാൻ കഴിയില്ല. നെയ്തർ മണി നോർ പവർ ക്യാൻ ബൈ ദ ഹാപ്പിനെസ്. അപ്പൊ എപ്പോഴും വേർബ് പോസിറ്റീവ് ആക്കി വെക്കുക, അതാണ് നെയ്തർ നോറിൽ വേണ്ടത്. കാരണം നെയ്തർ നോർ വെച്ച് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആണ്, പിന്നെ നമ്മൾ വീണ്ടും അതിൽ നോട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നെയ്തർ മണി നോർ പവർ ക്യാൻ ബൈ ദ ഹാപ്പിനെസ്. അപ്പൊ നെയ്തർ നോർ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത കണക്ടർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാറുള്ളതാണ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഈ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെന്റൻസ് നെഗറ്റീവ് അല്ല, നെഗറ്റീവ് സെന്റൻസ് അല്ല. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക, അതായത് അത് മാത്രമല്ല ഇതുകൂടെ ഉണ്ട് എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നോട്ട് ഓൺലിയുടെ ഒപ്പം ഏത് ഗ്രാമർ ഫോം ആണോ ഉപയോഗിച്ചത് അതേ ഗ്രാമർ ഫോം തന്നെ ബട്ട് ഓൾസോയുടെ ഒപ്പം ഉപയോഗിക്കണം. അതായത് എക്സാമ്പിൾസ് പറയാം. അവൻ പാടുക മാത്രമല്ല ഡാൻസും ചെയ്യും. അങ്ങനെ പറയാം ഹി, അത് സബ്ജക്റ്റ് പറയാ, എന്നിട്ട് നോട്ട് ഓൺലി വെച്ചതിന് ശേഷമാണ് വേർബ് വെക്കുന്നത്. ഹി നോട്ട് ഓൺലി സിങ്സ്, അത് കഴിഞ്ഞ് ബട്ട് ഓൾസോ വെച്ച് അടുത്ത വേർബ് വെക്കുക. ഇത് നേരെ തിരിച്ചും വെക്കാറുണ്ട്, അതായത് ബട്ട് കഴിഞ്ഞ് ഈ വേർബ് വെച്ചതിന് ശേഷം ഓൾസോ വെക്കുന്നുണ്ട്, അതും കറക്റ്റ് ആണ്. ഓക്കെ, ഹി നോട്ട് ഓൺലി സിങ്സ് ബട്ട് ഓൾസോ ഡാൻസസ്. ഹി നോട്ട് ഓൺലി സിങ്സ് ബട്ട് ഡാൻസസ് ഓൾസോ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഹി നോട്ട് ഓൺലി സിങ്സ് ബട്ട് ഓൾസോ ഡാൻസസ്. അപ്പൊ വീണ്ടും ആ ഹി ഒന്നും ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരേ സബ്ജക്ട് തന്നെയാണല്ലോ. പിന്നെ ബട്ട് ഓൾസോ കഴിഞ്ഞ് ആ ഒരു ഹി വെക്കേണ്ട ആവശ്യമില്ല, സബ്ജക്ട് വെക്കേണ്ട. ഞാനിവിടെ ഹി നോട്ട് ഓൺലി സിങ്സ് എന്ന് വെച്ചു, എന്നിട്ട് ബട്ട് ഓൾസോ എ ഡാൻസർ എന്ന് വെക്കാൻ പാടില്ല, കാരണം അത് ഒരേ ഫോം അല്ല. ഈ നോട്ട് ഓൺലിയുടെ ഒപ്പം ഒരു ആക്ഷനാണ് വെക്കുന്നതെങ്കിൽ ബട്ട് ഓൾസോയുടെ ഒപ്പവും ഒരു ആക്ഷനാണ് വെക്കേണ്ടത്. ഇവിടെ സിംഗർ ആണെങ്കിൽ അവിടെ ഡാൻസർ വെക്കാം, അതല്ലാതെ ഇവിടെ പാട്ട് പാടുന്നു എന്ന് പറഞ്ഞ് അവിടെ ഡാൻസർ കൂടിയാണ് എന്ന് വെക്കാൻ പറ്റില്ല എന്നാണ് അർത്ഥം. അപ്പൊ അടുത്ത എക്സാമ്പിൾസ് നോക്കാം. അവൾ സ്മാർട്ട് മാത്രമല്ല കഠിനാധ്വാനി കൂടിയാണ് എന്ന് പറയാൻ ഷീ ഈസ് നോട്ട് ഓൺലി സ്മാർട്ട് ബട്ട് ഓൾസോ എ ഹാർഡ് വർക്കർ. ഷീ ഈസ് നോട്ട് ഓൺലി സ്മാർട്ട് ബട്ട് ഓൾസോ എ ഹാർഡ് വർക്കർ. ഇനി ബട്ട് ഓൾസോ കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ സബ്ജക്റ്റ് വെക്കാം, അങ്ങനെ വെച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സെന്റൻസ് നോക്കാം. അവൾ വിജയിക്കുക മാത്രമല്ല അവൾ റെക്കോർഡും തകർത്തു എന്ന് പറയാൻ ഷീ നോട്ട് ഓൺലി വൺ ദ പ്രൈസ്. അവൾ വിജയിക്കുക മാത്രമല്ല ബട്ട് ഓൾസോ, പിന്നെ എന്തുകൂടിയാണ്, ബ്രോക്ക് എ റെക്കോർഡ്, റെക്കോർഡും തകർത്തു. ബട്ട് ഷീ ഓൾസോ ബ്രോക്ക് എ റെക്കോർഡ്, എന്നാൽ ബട്ട് ഷീ ഓൾസോ, അവൾ ഓൾസോ ബ്രോക്ക്, അവൾ തകർക്കുകയും ചെയ്തു, എ റെക്കോർഡ്, അവൾ റെക്കോർഡ് തകർക്കുകയും ചെയ്തു. ഷീ നോട്ട് ഓൺലി വൺ ദ പ്രൈസ് ബട്ട് ഷീ ഓൾസോ ബ്രോക്ക് എ റെക്കോർഡ്, അങ്ങനെ പറയാം. ഇനി ഇതേപോലെ നോട്ട് ഓൺലി ചിലപ്പോൾ ഫസ്റ്റ് വെക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ നോട്ട് ഓൺലിയുടെ ഒപ്പം ആ ഹെൽപ്പിംഗ് വേർബ് കൂടെ വെക്കണം. അതായത് നോട്ട് ഓൺലി ഡിഡ് ഷീ വിൻ ദ പ്രൈസ് ബട്ട് ഷീ ഓൾസോ ബ്രോക്ക് എ റെക്കോർഡ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് സംസാരിക്കുമ്പോൾ കൂടുതലായിട്ടും എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ഇങ്ങനെയാണ്, അതായത് ഷീ നോട്ട് ഓൺലി വൺ ദ പ്രൈസ് ബട്ട് ഓൾസോ ബ്രോക്ക് എ റെക്കോർഡ്. ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ് എനിക്ക് കൂടുതലായിട്ട് എളുപ്പമായിട്ട് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കാം. സംസാരിക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ഈ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിക്കാം, അത് കേൾക്കുന്നവർക്ക് മനസ്സിലായിക്കോളും. അടുത്ത കണക്ടർ യെറ്റ്. യെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ടും എന്നാണ് അർത്ഥം. അപ്പോൾ ഈ യെറ്റ് എന്നുള്ളത് ഉപയോഗിക്കുന്നത് ഒരു സർപ്രൈസിങ് റിസൾട്ട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് യെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. അതായത് ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് വിപരീതമായിട്ടുള്ളൊരു കാര്യം പറയാൻ, ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള റിസൾട്ട് പറയാനായിട്ടാണ് ഈ യെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കതിന്റെ എക്സാമ്പിൾസ് നോക്കാം. അവൻ സമ്പന്നനാണ് എന്നിട്ടും അവൻ സന്തോഷവാനല്ല. ഇങ്ങനെ പറയാനായിട്ട് ഹി ഈസ് റിച്ച്, അവൻ സമ്പന്നനാണ്, എന്നിട്ടും യെറ്റ് ഹി ഈസ് അൺഹാപ്പി, അവൻ സന്തോഷവാനല്ല, അൺഹാപ്പിയാണ്. ഹി ഈസ് റിച്ച് യെറ്റ് ഹി ഈസ് അൺഹാപ്പി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് സർപ്രൈസിങ് റിസൾട്ട് ആണ്, എന്നാലും നെഗറ്റീവ്, നമുക്ക് കേൾക്കുമ്പോൾ അത്ര സുഖകരമല്ലാത്ത കാര്യങ്ങളാണ് യെറ്റ് വെക്കുമ്പോൾ ഉപയോഗിക്കേണ്ടതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. എന്നാൽ ഈ കണക്ടർ ഉപയോഗിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു സുഖകരമല്ലാത്ത ഒരു സർപ്രൈസിങ് റിസൾട്ട് പറയാനാണ് നമ്മൾ യെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ അടുത്ത എക്സാമ്പിൾ നോക്കാം. അവൾ കഠിനമായി പരിശ്രമിച്ചു എന്നിട്ടും അവൾ തോറ്റു. ഷീ ട്രൈഡ് ഹാർഡ്, അവൾ കഠിനമായി പരിശ്രമിച്ചു, യെറ്റ് എന്നിട്ടും. ഷീ ഫെയിൽഡ്, അവൾ തോറ്റു. ഷീ ട്രൈഡ് ഹാർഡ് യെറ്റ് ഷീ ഫെയിൽഡ്. ഇത് ലളിതമാണ് എന്നിട്ടും കൺഫ്യൂസിംഗ് ആണ്. ഇറ്റ് ഈസ് സിമ്പിൾ, ഇത് ലളിതമാണ്, യെറ്റ് എന്നിട്ടും കൺഫ്യൂസിംഗ് ആണ്, യെറ്റ് കൺഫ്യൂസിംഗ്. ഇറ്റ് ഈസ് സിമ്പിൾ യെറ്റ് കൺഫ്യൂസിംഗ്. അടുത്ത കണക്ടർ എന്ന് പറയുന്നത് ദോ.
ദോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിലും എന്നാണ് അർത്ഥം. എന്നിരിക്കലും, എന്നിട്ടും, എങ്കിലും അതൊക്കെ പറയാനാണ് ഈ ദോ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഇൻഫോർമൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് വിപരീതമായിട്ട് എങ്കിലും അങ്ങനെയാണ് എന്ന് പറയാനാണ്. അത് ഇൻഫോർമൽ ആയിട്ടാണ് ഈ ദോ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഞാൻ മാനേജ് ചെയ്തെങ്കിലും അത് കഠിനമായിരുന്നു എന്ന് പറയാൻ ദോ ഐ മാനേജ്ഡ്. ഞാൻ മാനേജ് ചെയ്തെങ്കിലും ഇറ്റ് വാസ് ഹാർഡ്, അത് കഠിനമായിരുന്നു. അപ്പൊ ഇവിടെ ഞാൻ മാനേജ് ചെയ്തെങ്കിലും എന്നുള്ളതിന്റെ കൂടെയാണ് എങ്കിലും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് തുടക്കത്തിൽ ദോ വെച്ചത്. ഇനി അതല്ല, ഇനി സെൻട്രലായിട്ട് ദോ വെക്കാം. അതായത് ഇറ്റ് വാസ് ഹാർഡ് ദോ ഐ മാനേജ്ഡ്, അങ്ങനെയും പറയാം. ദോ ഐ മാനേജ്ഡ് ഇറ്റ് വാസ് ഹാർഡ്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. അവൾ തോറ്റെങ്കിലും അവൾ ശ്രമിച്ചിരുന്നു. അങ്ങനെ പറയാൻ ദോ ഷീ ഫെയിൽഡ് ഷീ ട്രൈഡ്. ഷീ ട്രൈഡ് ദോ ഷീ ഫെയിൽഡ്. അത് ചെലവേറിയതാണെങ്കിലും എനിക്കത് ഇഷ്ടമാണ്. ഐ ലൈക്ക് ഇറ്റ് ദോ ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ഐ ലൈക്ക് ഇറ്റ് ദോ ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ഇനി അടുത്ത കണക്റ്റർ ഓൾദോ. ഓൾദോ എന്ന് പറയുന്നത് ഇതുപോലെ ദോ എന്നുള്ളതിന്റെ അർത്ഥം തന്നെയാണ്, എങ്കിലും എന്നുള്ള അർത്ഥം തന്നെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് എക്സാമ്പിൾസ് പറഞ്ഞു നോക്കാം. മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിലും ഞങ്ങൾ പുറത്തുപോയി. അങ്ങനെ പറയാൻ ഓൾദോ ഇറ്റ് വാസ് റെയിനിങ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിലും വി വെന്റ് ഔട്ട്, ഞങ്ങൾ പുറത്തുപോയി. ഓൾദോ ഇറ്റ് വാസ് റെയിനിങ് വി വെന്റ് ഔട്ട്. അവൻ സമ്പന്നനാണെങ്കിലും അവൻ ഹംബിൾ ആണ്, വിനയമുള്ളവനാണ് എന്ന് പറയാൻ ഹി ഈസ് ഹംബിൾ ഓൾദോ ഹി ഈസ് റിച്ച്. ഓൾദോ ഹി ഈസ് റിച്ച് ഹി ഈസ് ഹംബിൾ. അപ്പോൾ നമുക്ക് ഏത് സെന്റൻസ് ആണോ എങ്കിലും എന്ന് പറയേണ്ടത് അതിനൊപ്പമാണ് ഈ ഓൾദോ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ. അവൾ ക്ഷീണിതയായിരുന്നെങ്കിലും അവൾ തുടർന്നു. അങ്ങനെ പറയാൻ ഓൾദോ ഷീ വാസ് ടയേർഡ്. അവൾ ക്ഷീണിതയായിരുന്നെങ്കിലും അവൾ തുടർന്നു. ഷീ കണ്ടിന്യൂഡ്. ഓൾദോ ഷീ വാസ് ടയേർഡ് ഷീ കണ്ടിന്യൂഡ്. അപ്പോൾ ഈ ദോ ഓൾദോ ഇതെങ്ങനെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഏത് സെന്റൻസിനൊപ്പമാണോ നമുക്ക് എങ്കിലും എന്ന് പറയേണ്ടത് അതിനൊപ്പം ഈ ഓൾദോ വെക്കാം. ഓൾദോ ഫസ്റ്റ് വെക്കാം, വേണമെങ്കിൽ സെന്ററിൽ വെക്കാം. അതെങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത കണക്ടറിലേക്ക് പോവാം. അടുത്തത് ഈവൻ ദോ. ഈവൻ ദോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിൽ പോലും, അതായത് ഈവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും എന്നാണ്, ദോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിലും. അപ്പോൾ എങ്കിൽ പോലും എന്ന് പറയാനാണ് ഈവൻ ദോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈവൻ ദോ എന്നുള്ളതിനുള്ള എക്സാമ്പിൾസ് നോക്കാം. അവൻ മാപ്പ് പറഞ്ഞെങ്കിൽ പോലും അവൾ അപ്സെറ്റ് ആയിരുന്നു. അങ്ങനെ പറയാൻ അപ്പോൾ ഏതിനൊപ്പാണോ എങ്കിൽ പോലും എന്ന് പറയുന്നത് അതാണ് ഈ ഈവൻ ദോടൊപ്പം ഉപയോഗിക്കുന്നത്. അപ്പൊ അവൻ മാപ്പ് പറഞ്ഞെങ്കിൽ പോലും, അപ്പൊ ഈവൻ ദോ ഹി അപ്പോളജൈസ്ഡ്. ഈവൻ ദോ ഹി അപ്പോളജൈസ്ഡ്, അവൻ മാപ്പ് പറഞ്ഞെങ്കിൽ പോലും. ഷീ വാസ് അപ്സെറ്റ്, അവൾ അപ്സെറ്റ് ആയിരുന്നു. ഈവൻ ദോ ഹി അപ്പോളജൈസ്ഡ് ഷീ വാസ് അപ്സെറ്റ്. വൈകുന്നെങ്കിൽ പോലും ഞാൻ കാത്തിരിക്കും. അങ്ങനെ പറയാൻ അപ്പോൾ വൈകുന്നു എന്ന് പറയാൻ ഇറ്റ് ഈസ് ലേറ്റ്. വൈകുന്നെങ്കിൽ പോലും എന്ന് പറയാനോ ഈവൻ ദോ ഇറ്റ് ഈസ് ലേറ്റ്. ഞാൻ കാത്തിരിക്കും. I will wait. Even though it is late, I will wait. Even though it is late, I will wait. അവൾ പഠിച്ചെങ്കിൽ പോലും അവൾക്ക് പരിഭ്രമം തോന്നിയിരുന്നു എന്ന് പറയാൻ അവൾ പഠിച്ചു എന്നുള്ളതിന് she studied. അവൾ പഠിച്ചെങ്കിൽ പോലും എന്ന് പറയാനോ even though she studied. അവൾക്ക് പരിഭ്രമം തോന്നി she felt nervous. Even though she studied, she felt nervous. Even though she studied, she felt nervous. അപ്പോൾ നമുക്ക് ഈവൻ ദോ എങ്ങനെ ഉപയോഗിക്കാന്ന് മനസ്സിലായില്ലേ. ഇതേപോലെ തന്നെ എങ്കിൽ പോലും ഉപയോഗിക്കുന്നതിന് മറ്റൊരു കണക്ടർ ഉണ്ട്, ഈവൻ ഇഫ് എന്നാണ്. അപ്പോൾ ഈ ഈവൻ ഇഫ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് പഠിക്കാം ഇഫ് എന്നുള്ള കണക്ടർ പഠിക്കാം. അപ്പോൾ അടുത്ത കണക്ടർ ഇഫ്. ഇഫ് വെച്ചിട്ടുള്ള സെന്റൻസുകളെ കണ്ടീഷൻ സെന്റൻസ് എന്നാണ് പറയുക. ഇഫ് വെച്ചിട്ടുള്ള സെന്റൻസ് പഠിക്കാൻ ഒരു ഗ്രാമർ റൂൾ തന്നെയുണ്ട്. നമുക്ക് ഫസ്റ്റ് കണ്ടീഷനും അതുപോലെ തന്നെ തേർഡ് കണ്ടീഷനുമാണ് നമ്മൾ ഈ സംസാരിക്കാനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്രാമർ റൂൾ അല്ല, അതിൻ്റെ ആ സെന്റൻസ് സ്ട്രക്ചർ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇഫ് വെച്ച് എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് അത് നമ്മൾ സാധാരണയായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെയാണ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ വെച്ച് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഫിനൊപ്പം എപ്പോഴും സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. പിന്നെ അപ്പുറത്ത് വേറൊരു സെന്റൻസ് കൂടെ അതിനൊപ്പം പറയണമല്ലോ, അതിനൊപ്പം എപ്പോഴും ഓക്സിലറി വേർബ് വെച്ചിട്ടാണ് നമ്മൾ ആ സെന്റൻസ് പറയാം. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നീ വരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആകും. അങ്ങനെ പറയാൻ അപ്പോൾ വരുന്നെങ്കിൽ എന്ന് പറയുന്നിടത്താണ് എങ്കിലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഇഫ് വെക്കണം. അപ്പോൾ ഇഫ് യു കം എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് അറിയാം. അതായത് ഒരു സബ്ജക്റ്റും ഒരു വേർബും മാത്രമാണ് ഇവിടെ ഇഫിനൊപ്പം വെക്കുന്നുള്ളൂ. ഇഫ് യു കം. ഇനി
ഞാൻ ഹാപ്പി ആയിരിക്കും എന്ന് പറയാൻ ഐ വിൽ ബി ഹാപ്പി. അവിടെ ഒരു ഓക്സിലറി വെർബ് വന്നു, കണ്ടോ? വിൽ എന്നുള്ള ഓക്സിലറി വന്നു. അപ്പോൾ ഐ വിൽ ബി ഹാപ്പി, ഞാൻ ഹാപ്പി ആയിരിക്കും. മഴ പെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിലിരിക്കും. അങ്ങനെ പറയാൻ ഇഫ് ഇറ്റ് റെയിൻസ്. മഴ പെയ്യുകയാണെങ്കിൽ, ഇറ്റിനൊപ്പം എസ് ഫോം ആണ് വെച്ചത്. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിലിരിക്കും. അപ്പോൾ അവിടെ ഓക്സിലറി വെർബ് വേണം, വില്ല് തന്നെ വെക്കാം. വി വിൽ സ്റ്റേ ഹോം. ഇഫ് ഇറ്റ് റെയിൻസ് വി വിൽ സ്റ്റേ ഹോം, ഞങ്ങൾ വീട്ടിലിരിക്കും. നീ പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാകും. അങ്ങനെ പറയാൻ ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡി, നീ പഠിക്കുകയാണെങ്കിൽ യു വിൽ പാസ്, നീ പാസ്സാകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് ഇനി ഒരു കണ്ടീഷൻ കൂടി നിങ്ങൾ പഠിക്കാനുണ്ട്. ഈ ഇഫിനൊപ്പം എപ്പോഴും ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കും. അതായത് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പുറത്ത് വുഡ് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എക്സാമ്പിൾസ് പറയാം. നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ പാസ്സായേനെ എന്ന് പറയാൻ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്. നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, നീ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ യു ഹാഡ് സ്റ്റഡീഡ് എന്നാണ് പറയുക, അല്ലെ? ഹാഡ് പ്ലസ് V3 ആണ് നമ്മൾ ഉപയോഗിച്ചത് ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട്. അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ, അതാണ് ഇഫ് വെച്ചത്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ പാസ്സായേനെ എന്ന് പറയാൻ യു കുഡ് ഹാവ് പാസ്ഡ്. നിനക്ക് പാസ്സാകാൻ കഴിയുമായിരുന്നു, നീ പാസ്സായേനെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു കുഡ് ഹാവ് പാസ്ഡ്. നേരത്തെ മഴ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വീട്ടിലിരിക്കുമായിരുന്നു എന്ന് പറയാൻ ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് ഏർലിയർ. If it had rained, had plus V3, it had rained earlier, we would have stayed home. Would have stayed home. Would have plus V3, we would have stayed home. ഞങ്ങൾ വീട്ടിലിരിക്കുമായിരുന്നു. നീ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ സന്തോഷിക്കുമായിരുന്നു എന്ന് പറയാനോ if you had come. ഈ come, came, come എന്നാണ്, അതാണ് V3, had plus V3. if you had come, നീ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ I would have been happy. ഞാൻ സന്തോഷിക്കുമായിരുന്നു. If you had come, I would have been happy. അപ്പോൾ ഈ ഹാപ്പി പോലുള്ള അഡ്ജക്റ്റീവ് വന്നതുകൊണ്ടാണ് അവിടെ ബീൻ വെച്ചത് കേട്ടോ. വുഡ് ഹാവ് ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല, കാരണം ഹാപ്പി അവിടെ ആക്ഷൻ അല്ല, അഡ്ജക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് അവിടെ വുഡ് ഹാവ് ബീൻ ഹാപ്പി എന്ന് പറഞ്ഞത്. ആക്ഷൻ ആണെങ്കിൽ മാത്രം വുഡ് ഹാവ് പ്ലസ് V3 വെക്കണം, അതല്ലെങ്കിൽ വുഡ് ഹാവ് ബീൻ വെച്ചാണ് പറയേണ്ടത്. ഇഫ് യു ഹാഡ് കം ഐ വുഡ് ഹാവ് ബീൻ ഹാപ്പി. ഇനി നമുക്ക് ഈവൻ ഇഫ് പഠിക്കാം. അപ്പോൾ ഈവൻ ഇഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിൽ പോലും എന്നാണ് അർത്ഥം. ഇഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിൽ എന്നാണല്ലോ. അപ്പോൾ ഈവൻ ഇഫ്, എങ്കിൽ പോലും. അപ്പോൾ ഇഫിൻ്റെ അതേ നിയമങ്ങൾ തന്നെ ഈവൻ ഇഫിലും പ്രാവർത്തികമാക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ എങ്കിൽ പോലും എന്നുള്ളതിന് ഉപയോഗിക്കാൻ ഈവൻ ദോ ഉപയോഗിക്കുന്നതാണ് നിങ്ങൾ കൂടുതൽ നല്ലത്. ഈവൻ ഇഫ് ഉപയോഗിക്കുമ്പോൾ കുറേ ഗ്രാമർ റൂളൊക്കെ അതേപടി നോക്കുന്നതാണ് നല്ലത്. ഇനി അതല്ല, സംസാരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം. എഴുതുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. മഴ പെയ്യുകയാണെങ്കിൽ പോലും ഞാൻ പോകും എന്ന് പറയാൻ. അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ എന്നുള്ളതിന് എങ്ങനെ പറഞ്ഞത്? ഇഫ് ഇറ്റ് റെയിൻസ് എന്നാണ് പറഞ്ഞത്. ഇനി മഴ പെയ്യുകയാണെങ്കിൽ പോലും എന്ന് പറയാൻ ഈവൻ ഇഫ് ഇറ്റ് റെയിൻസ്. ഈവൻ ഇഫ് ഇറ്റ് റെയിൻസ്, ഞാൻ പോകും, ഐ വിൽ ഗോ. കണ്ടോ, ഇവിടെ ഈവൻ ഇഫിൻ്റെ അടുത്ത് സിമ്പിൾ പ്രസന്റ് ആണ് വെച്ചത്, അപ്പുറത്ത് ഓക്സിലറി വെച്ചു, വിൽ എന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ ഈവൻ ഇഫിൽ അത് നോക്കണം, ഈവൻ തോല അതൊന്നും നോക്കണ്ട. ഈവൻ ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ ഗോ. നിങ്ങൾ നിരസിക്കുകയാണെങ്കിൽ പോലും ഞാൻ ശ്രമിക്കും എന്ന് പറയാൻ ഈവൻ ഇഫ് യു റെഫ്യൂസ്, നിങ്ങൾ നിരസിക്കുക. ഈവൻ ഇഫ് യു റെഫ്യൂസ്, നിങ്ങൾ നിരസിക്കുകയാണെങ്കിൽ പോലും ഐ വിൽ ട്രൈ, ഞാൻ ശ്രമിക്കും, ഐ വിൽ ട്രൈ. ഈവൻ ഇഫ് യു റെഫ്യൂസ് ഐ വിൽ ട്രൈ. അവൾ തോൽക്കുകയാണെങ്കിൽ പോലും അവൾ ഉപേക്ഷിക്കില്ല എന്ന് പറയാൻ ഈവൻ ഇഫ് ഷീ ഫെയിൽസ് ഷീ വോണ്ട് ഗിവ് അപ്പ്. ഈവൻ ഇഫ് ഷീ ഫെയിൽസ്, അവൾ തോൽക്കുകയാണെങ്കിൽ പോലും ഷീ വോണ്ട് ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക. ഷീ വോണ്ട് ഗിവ് അപ്പ്, അവൾ ഉപേക്ഷിക്കില്ല. ഇനി ഈവൻ ഇഫ്, ഈവൻ ദോ, ഇത് ഉപയോഗിച്ച് മനസ്സിലായല്ലോ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ആസ് ഇഫ്, ആസ് ദോ, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത കണക്റ്റർ ആസ് ഇഫ്. ഈ ആസ് ഇഫ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഒരുപോലെ തോന്നുന്നു എന്ന് പറയാൻ, അതായത് അൺറിയൽ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ പറയാനായിട്ട്, യഥാർത്ഥമല്ലാത്ത ഒരു കമ്പാരിസൺ പറയാൻ വേണ്ടിയിട്ടാണ് ആസ് ഇഫ് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തെ അതുപോലെ തോന്നുന്നു എന്ന് പറയാൻ. അപ്പോൾ എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. അവനെല്ലാം അറിയാം എന്ന പോലെ അവൻ സംസാരിക്കുന്നു എന്ന് പറയാൻ അവൻ സംസാരിക്കുന്നു എന്നുള്ളതിന് എന്താ? ഹി ടോക്സ്. ഇനി അവനെല്ലാം അറിയാം എന്ന് പറയാനോ? ഹി നോസ് എവറിത്തിങ്. അപ്പോൾ അവനെല്ലാം അറിയാം എന്ന പോലെ ആസ് ഇഫ് ഹി നോസ് എവറിത്തിങ്. അപ്പോൾ ഹി ടോക്സ് ആസ് ഇഫ് ഹി നോസ് എവറിത്തിങ്. മനസ്സിലായോ?
ഇങ്ങനെയാണ് ആസ് ഇഫ് ഉപയോഗിക്കേണ്ടത്. അതായത് അവനെല്ലാം അറിയാമെന്ന പോലെ എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പ്, ആ സെന്റൻസിന് തൊട്ട് മുമ്പാണ് ആസ് ഇഫ് വെക്കേണ്ടത്. അപ്പോൾ ഹി ടോക്സ് ആസ് ഇഫ് ഹി നോസ് എവരിത്തിങ്. ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അവൾ പെരുമാറി. അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയാ? നത്തിങ് ഹാപ്പൻഡ്. അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ, ആസ് ഇഫ് നത്തിങ് ഹാപ്പൻഡ് അല്ലേ? അപ്പൊ അതിന് മുമ്പ് എന്താ വെക്കേണ്ടത്? അവൾ എന്താ ചെയ്തത്? അവൾ പെരുമാറി. ഷീ ബിഹേവ്ഡ് ആസ് ഇഫ് നത്തിങ് ഹാപ്പൻഡ്. അപ്പൊ സംസാരിക്കുമ്പോൾ നമുക്ക് ആസ് ഇഫ് ഒക്കെ തുടക്കത്തിൽ പറഞ്ഞിട്ട് പിന്നെ ഷീ ബിഹേവ്ഡ് എന്നൊക്കെ പറയാട്ടോ, ഒന്നും പ്രശ്നമുള്ള കാര്യമില്ല. നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ ഇത് തോന്നുന്നു എന്നെങ്ങനെ പറയും? അപ്പൊ തോന്നുന്നു എന്നുള്ളതിന് ഇറ്റ് ഫീൽസ്. ഇനി സ്വപ്നം കാണുന്നത് പോലെ, നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ, ആസ് ഇഫ് വി ആർ ഡ്രീമിങ്. ഇറ്റ് ഫീൽസ് ആസ് ഇഫ് വി ആർ ഡ്രീമിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആസ് ഇഫ് മനസ്സിലായില്ലേ? അതുപോലെ തോന്നുന്നു എന്ന് പറയാനാണ്. ഇനി ഇതേപോലെ തന്നെയാണ് ആസ് ദോ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ആസ് ദോ ഉപയോഗിക്കേണ്ടത് വളരെ ഫോർമൽ ആയിട്ട്, വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയാനാണ് ഈ ആസ് ദോ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അവളെ കണ്ടിട്ട് അവൾ ക്ഷീണിതയായതുപോലെ തോന്നുന്നു എന്ന് പറയാൻ അവളെ കാണുമ്പോൾ, അപ്പോൾ ഷീ ലുക്ക്ഡ്. ഇനി അവൾ ക്ഷീണിതയായ പോലെ, അപ്പോൾ ഷീ വാസ് ടയേർഡ് എന്നാണ്. അത് ആസ് ദോ ഷീ വാസ് ടയേർഡ്. അപ്പോൾ ഷീ വാസ് ടയേർഡ്. ഇനി ആസ് ദോ ഷീ വാസ് ടയേർഡ്, അവൾ ക്ഷീണിതയായ പോലെ തോന്നുന്നു. അപ്പോൾ ഷീ ലുക്ക്ഡ് ആസ് ദോ ഷീ വാസ് ടയേർഡ്. അവൻ ശ്രദ്ധിക്കാത്തതുപോലെ അവൻ അഭിനയിച്ചു എന്ന് പറയാൻ. അപ്പോൾ ഈ ആസ് ദോ എന്നുള്ളതിന് ഇപ്പുറത്ത് നമ്മൾ ഏത് ടെൻസാണോ ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് ആസ് ദോ കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അവൻ അഭിനയിച്ചു എന്നാണ് പറയുന്നത്. അഭിനയിച്ചു എന്നുള്ളത് നമ്മളവിടെ കഴിഞ്ഞ കാലമാണ്, പാസ്റ്റിലെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൻ ശ്രദ്ധിക്കാത്തതുപോലെ എന്നുള്ളതിന് പാസ്റ്റ് ആയിട്ട് തന്നെ പറയണം. അപ്പൊ അവൻ ശ്രദ്ധിച്ചില്ല എന്നെങ്ങനെ പറയും? ഹി ഡിഡിൻ കെയർ. ശ്രദ്ധിച്ചില്ലാത്തതുപോലെ എന്ന് പറയാൻ ആസ് ദോ ഹി ഡിഡിൻ കെയർ. ഇനി അവൻ അഭിനയിച്ചു, അപ്പോൾ ഹി ആക്ടഡ് ആസ് ദോ ഹി ഡിഡിൻ കെയർ. ആരോ കരയുകയാണ് എന്ന പോലെ തോന്നുന്നു എന്ന് പറയാൻ. അപ്പോൾ ആരോ കരയുകയാണ് എന്നുള്ളത് എന്താ പറയാ? someone is crying. ഇനി കരയുകയാണ് എന്ന പോലെ, ആസ് ദോ someone is crying. അപ്പോൾ ഇറ്റ് സൗണ്ട്സ് ആസ് ദോ someone is crying. ആരോ കരയുകയാണെന്ന പോലെ തോന്നുന്നു. ഇറ്റ് സൗണ്ട്സ് ആസ് ദോ someone is crying. നമ്മളെ ഇഫ് പഠിച്ചല്ലോ. അപ്പോൾ ഇഫ് പഠിച്ചപ്പോൾ എങ്കിൽ എന്നാ പഠിച്ചത് അല്ലേ? അപ്പൊ അല്ലെങ്കിൽ എന്ന് പറയാനോ? അപ്പോൾ ഇഫിനൊരു ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ, അൺലെസ് എന്നാണ് പറയാ. അപ്പൊ അൺലെസ് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എന്നൊക്കെ പറയാനാണ്. എന്ന് വെച്ചാൽ നെഗറ്റീവ് കണ്ടീഷൻ പറയാനായിട്ടാണ് അൺലെസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. നീ വരുന്നില്ലെങ്കിൽ ഞാൻ പോകില്ല എന്ന് പറയാൻ ഞാൻ പോകില്ല, ഐ വോണ്ട് ഗോ. നീ വരുന്നില്ലെങ്കിൽ, അൺലെസ് യു കം. യു കം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വരുന്നു. നീ വരുന്നില്ലെങ്കിൽ അൺലെസ് യു കം. അപ്പോൾ ഐ വോണ്ട് ഗോ അൺലെസ് യു കം. ഞാൻ പോകില്ല നീ വരുന്നില്ലെങ്കിൽ ഞാൻ പോകില്ല. അൺലെസ് യു കം ഐ വോണ്ട് ഗോ. നീ കഠിനാധ്വാനം ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് പറയാനോ? യു കനോട്ട് സക്സീഡ്. നിനക്ക് വിജയിക്കാൻ കഴിയില്ല എന്ത് ചെയ്തില്ലെങ്കിൽ? വർക്ക് ഹാർഡ്. യു വർക്ക് ഹാർഡ് അൺലെസ് യു വർക്ക് ഹാർഡ്. യു കനോട്ട് സക്സീഡ് അൺലെസ് യു വർക്ക് ഹാർഡ്. നീ കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ. അർജന്റ് അല്ലെങ്കിൽ എന്നെ വിളിക്കണ്ട. അങ്ങനെ പറയാൻ ഡോണ്ട് കോൾ മീ അൺലെസ് ഇറ്റ് ഈസ് അർജന്റ്. ഡോണ്ട് കോൾ മീ, എന്നെ വിളിക്കണ്ട, അൺലെസ് ഇറ്റ് ഈസ് അർജന്റ്. അർജന്റ് അല്ലെങ്കിൽ. ഓക്കെ, അപ്പൊ അൺലെസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നെഗറ്റീവ് കണ്ടീഷൻ ഉപയോഗിക്കാൻ മാത്രമേ ഈ അൺലെസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ അൺലെസ് എന്നുള്ളത് സംസാരിക്കുമ്പോൾ വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഇഫ് എന്തായാലും നമുക്ക് സംസാരിച്ചൊക്കെ കുറച്ച് പരിചയമായിട്ടുണ്ടാവുമല്ലോ. ഇഫിനൊപ്പം നോട്ട് ചേർത്താലും ഒന്ന് തന്നെയാണ്. അവിടെ അൺലെസ് തന്നെ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. ഇഫിനൊപ്പം നോട്ട് വെച്ചും സംസാരിക്കാം. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്, തെറ്റൊന്നുമില്ല. അൺലെസ് നമുക്ക് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിരിക്കും, വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അടുത്തത് ബിഫോർ ആഫ്റ്റർ, മുമ്പ് ശേഷം, ഇത് പറയാനായിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബിഫോർ എന്താണെന്ന് നോക്കാം. ബിഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അടുത്ത കണക്റ്റർ ബിഫോർ. അപ്പോൾ ബിഫോർ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാലോ ഏട്ടാ, മുമ്പ്, ഒരു കാര്യത്തിന് മുമ്പ്. അപ്പോൾ രണ്ട് സെന്റൻസിൽ പറയുമ്പോൾ ഒരു സെന്റൻസിന് മുമ്പ് ഒരു കാര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഈ ബിഫോർ ഉപയോഗിക്കുന്നത്. ഈ പോകുന്നതിന് മുമ്പ് ജോലി തീർക്കൂ. അപ്പോൾ ഏതാണ് ആദ്യം നടക്കേണ്ടത്? ജോലി തീർക്കലാണ്. പക്ഷേ രണ്ടാമത് നടക്കുന്ന കാര്യത്തിനൊപ്പമാണ് ഈ ബിഫോർ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നീ പോകുന്നതിന് മുമ്പ്, ബിഫോർ യു ലീവ്, നീ പോകുന്നതിന് മുമ്പ് ജോലി തീർക്ക്. ഫിനിഷ് യുവർ വർക്ക് ബിഫോർ യു ലീവ്. ഓക്കെ, മനസ്സിലായല്ലോ? ഫിനിഷ് യുവർ വർക്ക്, നീ ജോലി തീർക്ക്, നിന്റെ ജോലി തീർക്ക്. ബിഫോർ യു ലീവ്, നീ പോകുന്നതിന് മുമ്പ്.
നീ സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേ. എങ്ങനെ പറയും? ഈസിയാണ് അല്ലേ? തിങ്ക് ബിഫോർ യു സ്പീക്ക്. തിങ്ക് ചിന്തിക്കേ, ബിഫോർ യു സ്പീക്ക് നീ സംസാരിക്കുന്നതിന് മുമ്പ്. അവൻ മാപ്പ് പറയുന്നതിന് മുമ്പ് അവൾ നടന്നകന്നു എന്ന് പറയാൻ ബിഫോർ ഹി അപ്പോളജൈസ്ഡ്. അവൻ മാപ്പ് പറഞ്ഞു എന്ന് പറയാൻ ഹി അപ്പോളജൈസ്ഡ്. അവൻ മാപ്പ് പറഞ്ഞതിന് മുമ്പ്. അപ്പോൾ ബിഫോർ ഹി അപ്പോളജൈസ്ഡ് അവൾ നടന്നുപോയി, അവൾ നടന്നകന്നു എന്ന് പറയാൻ ഷീ വാക്ക്ഡ് എവേ. ബിഫോർ ഹി അപ്പോളജൈസ്ഡ് ഷീ വാക്ക്ഡ് എവേ. അവൾ അവനെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് അവൾ തെളിവുകൾ ശേഖരിച്ചു എന്നെങ്ങനെ പറയും? ഷീ ഗാതേർഡ് എവിഡൻസ്. ഗാദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശേഖരിക്കുക എന്നാണ്. അപ്പോൾ ഷീ ഗാതേർഡ് എവിഡൻസ്. എന്തിനു മുമ്പാണ് ഉണ്ടായത്? അവൾ അവനെ അഭിമുഖീകരിച്ചു എന്ന് പറയാൻ ഷീ കോൺഫ്രണ്ടഡ് ഹിം. അപ്പോൾ ഷീ കോൺഫ്രണ്ടഡ് ഹിം എന്നുള്ളതിന് മുമ്പാണ് ബിഫോർ വെക്കേണ്ടത്. ഷീ ഗാതേർഡ് എവിഡൻസ് ബിഫോർ ഷീ കോൺഫ്രണ്ടഡ് ഹിം. കോൺഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിമുഖീകരിക്കാം. അപ്പോൾ ഷീ ഗാതേർഡ് എവിഡൻസ് ബിഫോർ ഷീ കോൺഫ്രണ്ടഡ് ഹിം. അടുത്ത കണക്റ്റർ ആഫ്റ്റർ. ആഫ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ശേഷം. അപ്പോൾ 2 സെന്റൻസിലാണ്. ഇതിൽ ഒരു സെന്റൻസിന് തൊട്ട് മുന്നിലായിട്ടാണ് ഈ ആഫ്റ്റർ വെക്കേണ്ടത്. ഏതിന് ശേഷമാണോ ചെയ്യേണ്ടത് അതിനൊപ്പമാണ് ഈ ആഫ്റ്റർ വെക്കേണ്ടത്. അപ്പോൾ നീ എത്തിയതിന് ശേഷം എന്നെ വിളിക്കൂ എന്ന് പറയാൻ കോൾ മീ, എന്നെ വിളിക്കൂ. എന്തിനു ശേഷം? നീ എത്തുന്നു എന്നുള്ളതിന് യു റീച്ച് എന്നാണ്. അപ്പോൾ ആഫ്റ്റർ യു റീച്ച്, നീ എത്തുന്നതിന് ശേഷം എന്നെ വിളിക്കൂ. കോൾ മീ ആഫ്റ്റർ യു റീച്ച്. അവൾക്കെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം അവൾ അവളുടെ ജീവിതം വീണ്ടും നിർമ്മിച്ചു എന്ന് പറയാൻ അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതിന് ഷീ ലോസ്റ്റ് എവറിത്തിങ്. അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ അവൾക്കെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം എന്നുള്ളതിനോ ആഫ്റ്റർ ഷീ ലോസ്റ്റ് എവറിത്തിങ് ഷീ റീബിൽഡ് ഹെർ ലൈഫ്. അവൾ അവളുടെ ജീവിതം വീണ്ടും നിർമ്മിച്ചു. ആഫ്റ്റർ ഷീ ലോസ്റ്റ് എവറിത്തിങ് ഷീ റീബിൽഡ് ഹെർ ലൈഫ്. അവൻ ആവർത്തിച്ച് തോറ്റതിന് ശേഷം അവസാനം അവൻ വിജയിച്ചു എന്ന് പറയാൻ അവൻ ആവർത്തിച്ച് തോറ്റു എന്നുള്ളതിനോ ഹി ഫെയിൽഡ് റിപ്പീറ്റഡ്ലി. അവൻ ആവർത്തിച്ച് തോറ്റതിന് ശേഷം ആഫ്റ്റർ ഹി ഫെയിൽഡ് റിപ്പീറ്റഡ്ലി അവസാനം അവൻ വിജയിച്ചു. ഹി ഫൈനലി സക്സീഡഡ്. അവസാനം അവൻ വിജയിച്ചു. ആഫ്റ്റർ ഹി ഫെയിൽഡ് റിപ്പീറ്റഡ്ലി ഹി ഫൈനലി സക്സീഡഡ്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഇത് ശീലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും വളരെ സ്പീഡായിട്ട് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. അടുത്തത് നമുക്ക് ING ഫോം വെച്ചുള്ള ഒരു കണക്ടറാണ്. അപ്പോൾ അടുത്ത കണക്ടർ എന്ന് പറയുന്നത് ING ഫോം തന്നെ തുടക്കത്തിൽ വെച്ചുകൊണ്ടുള്ള കണക്ടർ. ഭയങ്കര മഴ കണ്ടപ്പോൾ അവൾ വീട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചു. എങ്ങനെ പറയും? അപ്പോൾ ഭയങ്കര മഴ എന്നുള്ളതിന് ഹെവി റെയിൻ. അപ്പോൾ അത് കണ്ടപ്പോൾ എന്ന് പറയാനായിട്ട് സീയിങ് എന്ന് വെക്കുക. അതായത് സീ എന്നുള്ളതാണ് കാണുക. അപ്പോൾ അതിൽ സീയുടെ ING ഫോം വെക്കുക. അപ്പോൾ സീയിങ് ഹെവി റെയിൻ. അപ്പോൾ ഭയങ്കര മഴ കണ്ടപ്പോൾ സീയിങ് ഹെവി റെയിൻ. ഇനി അവൾ തീരുമാനിച്ചു. ഷീ ഡിസൈഡഡ് ടു സ്റ്റേ ഹോം. വീട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചു. ഷീ ഡിസൈഡഡ് അവൾ തീരുമാനിച്ചു ടു സ്റ്റേ ഹോം. അപ്പോൾ സീയിങ് ഹെവി റെയിൻ ഷീ ഡിസൈഡഡ് ടു സ്റ്റേ ഹോം. ഇത് നമുക്ക് വെൻ വെച്ച് പറയാം. അതായത് വെൻ വെച്ച് നമുക്ക് കൂടുതൽ സെന്റൻസ് ഒക്കെ പഠിക്കണം കേട്ടോ. അതൊരു ക്വസ്റ്റ്യൻ വേർഡ് ആയതുകൊണ്ട് അതിന്റെ ആ കണക്ടേഴ്സ് സൂപ്പർ ക്ലാസ് 5 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ ING ഫോം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കാം. ബീച്ചിലേക്ക് നടന്നപ്പോൾ അവൻ ഒരു സ്വർണ്ണമോതിരം കണ്ടെത്തി. അങ്ങനെ പറയാൻ നടന്നപ്പോൾ വാക്കിംഗ് ബീച്ചിലേക്ക് എലോങ് ദ ബീച്ച്. വാക്കിംഗ് അലോങ് ദ ബീച്ച് അവൻ കണ്ടെത്തി. ഹി ഫൗണ്ട് ഒരു സ്വർണ്ണമോതിരം എ ഗോൾഡ് റിംഗ്. വാക്കിംഗ് അലോങ് ദ ബീച്ച് ഹി ഫൗണ്ട് എ ഗോൾഡ് റിംഗ്. ക്ഷീണം തോന്നിയപ്പോൾ അവൾ നേരത്തെ ഉറങ്ങാൻ പോയി. അങ്ങനെ പറയാൻ ഫീലിംഗ് ടയേർഡ് ക്ഷീണം തോന്നിയപ്പോൾ. ഫീലിംഗ് ടയേർഡ് ക്ഷീണം തോന്നിയപ്പോൾ ക്ഷീണിച്ചപ്പോൾ. ഫീലിംഗ് ടയേർഡ് ഷീ വെന്റ് ടു ബെഡ് ഏർലി. അവൾ നേരത്തെ ഉറങ്ങാൻ പോയി. ഷീ വെന്റ് ടു ബെഡ് ഏർലി അവൾ നേരത്തെ ഉറങ്ങാൻ പോയി. ഫീലിംഗ് ടയേർഡ് ഷീ വെന്റ് ടു ബെഡ് ഏർലി. അപ്പം ING വെച്ച് നമുക്ക് മനസ്സിലായല്ലോ കണക്ടർ വെച്ച് എങ്ങനെ സംസാരിക്കാം. ING ഒരു കണക്ടറായിട്ട് എങ്ങനെ ഉപയോഗിക്കാന്നൊക്കെ, വേർബിന്റെ ING എങ്ങനെ കണക്ടറായിട്ട് ഉപയോഗിക്കാം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ബീയിങ് എന്നുള്ളത് ഒരു കണക്ടറായിട്ട് എങ്ങനെ ഉപയോഗിക്കാം നോക്കാം. ബീയിങ് എന്നുള്ളത് ആയതുകൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും നൗണോ അല്ലെങ്കിൽ അഡ്ജക്റ്റീവോ അങ്ങനെ ഏതെങ്കിലുമൊക്കെയാണ് ഈ ബീയിങ്ങിനൊപ്പം വരാറുള്ളത്. എക്സാമ്പിൾസ് പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് അവൻ അവളെ രക്ഷിക്കും. എങ്ങനെ പറയും? ഫ്രണ്ട് ആയതുകൊണ്ട് എന്നുള്ളത് ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് എന്ന് പറയാൻ ബീയിങ് എ ഫ്രണ്ട്. ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് അവൻ രക്ഷിക്കും. ഹി വിൽ സേവ് അവളെ. ഹെർ ഹി വിൽ സേവ് ഹെർ. ബീയിങ് എ ഫ്രണ്ട് ഹി വിൽ സേവ് ഹെർ. ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് അവൻ അവളെ രക്ഷിക്കും.
വൈകിയത് കൊണ്ട് അവന് മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ പറയാൻ. അപ്പോൾ വൈകുക എന്നതിന് ലേറ്റ് എന്നാണ്. വൈകിയത് കൊണ്ട് എന്ന് പറയാൻ ബീങ് ലേറ്റ്. വൈകിയത് കൊണ്ട് അവന് മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഹി കുഡ് നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ്. ബീങ് ലേറ്റ്, ഹി കുഡ് നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ്. ഇനി ഇത് നോട്ട് വെച്ച് പറയാട്ടോ. അതായത് വൈകാത്തത് കൊണ്ട് അവന് മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നെങ്ങനെ പറയാം? അപ്പോൾ ഈ ബീങ്ങിന് തൊട്ട് മുമ്പായിട്ട് നോട്ട് വെക്കുകയാണ് വേണ്ടത്. നോട്ട് ബീങ് ലേറ്റ്, ഹി കുഡ് അറ്റൻഡ് ദ മീറ്റിംഗ്. നോട്ട് ബീങ് ലേറ്റ്, വൈകാത്തത് കൊണ്ട് അവന് മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. He could attend the meeting. Not being late, he could attend the meeting. അടുത്ത കണക്ടർ എന്ന് പറയുന്നത് ബീങ് പഠിച്ച സ്ഥിതിക്ക് നമുക്ക് ഇനി ഹാവിങ് പഠിക്കാം. അപ്പൊ അടുത്ത കണക്ടർ ഹാവിങ്. അപ്പൊ ഈ ഹാവിങ് എന്നുള്ളത് ഇപ്പൊ ബീങ് നമ്മൾ എന്താ അർത്ഥം പറഞ്ഞത്? ആയതുകൊണ്ട് എന്നാണ് അർത്ഥം പറഞ്ഞത്. അപ്പൊ ഹാവിങ് എന്തായിരിക്കും? ഉള്ളത് കൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് വരിക. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ എപ്പോഴും ഈ ഹാവിങ് എന്നുള്ളത് ഉള്ളത് കൊണ്ട് എന്നായിരിക്കില്ല അർത്ഥം. ഈ ഹാവിങ് ബീങ് ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനത് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്കത് നേരെയുള്ളപ്പോൾ കണ്ടാൽ മതി. അപ്പോൾ ഈ ഹാവിങ് എന്നുള്ളത് എപ്പോഴും ഉള്ളത് കൊണ്ട് എന്നാവില്ല. ഇപ്പോൾ അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഹി ഈസ് ഹാവിങ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹി ഈസ് ഹാവിങ് സർജറി എന്നൊക്കെ പറയുമ്പോൾ ഈ അസുഖം ഉണ്ട്, ഇങ്ങനൊരു അസുഖം വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സർജറി ഉണ്ട് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഷീസ് ഹാവിങ് എ ബേബി എന്ന് പറയുമ്പോൾ അവളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ് അതിലർത്ഥം വരിക. അപ്പൊ എപ്പോഴും ഉള്ളത് കൊണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിലല്ല ഹാവിങ് ഉള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ്, ആ ഹാവിങ്ങിന്റെ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളതിൽ കണക്ടർ എങ്ങനെയാണുള്ളത് ഇവിടെ എടുത്ത് പറയുകയാണ് ഞാൻ. അപ്പോൾ ഉള്ളത് കൊണ്ട് എന്ന് പറയുമ്പോൾ ഹാവിങ്ങിനൊപ്പം നൗൺ ആണ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവും. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഉള്ളത് കൊണ്ട് എന്ന് പറയാനാണ് ഈ ഹാവിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് നോളേജ് ഉള്ളത് കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. എങ്ങനെ പറയും? ഇംഗ്ലീഷ് നോളേജ് ഉള്ളത് കൊണ്ട്. അപ്പൊ ഹാവിങ് ഇംഗ്ലീഷ് നോളേജ്, ഇംഗ്ലീഷ് നോളേജ് ഉള്ളത് കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. ഹാവിങ് ഇംഗ്ലീഷ് നോളേജ്, ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. താല്പര്യമുള്ളത് കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. എങ്ങനെ പറയും? ഹാവിങ് ഇൻട്രസ്റ്റ്, താല്പര്യമുള്ളത് കൊണ്ട്. യു ആർ ലേണിംഗ് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. അപ്പോൾ ഹാവിങ് എന്നുള്ളതിന് ഉള്ളത് കൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇല്ലാത്തത് കൊണ്ട് എന്ന് പറയാനോ? അപ്പോൾ നോട്ട് ഹാവിങ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സ്വന്തമായി കാർ ഇല്ലാത്തത് കൊണ്ട് അവർ എവിടെയും പോവില്ല, അങ്ങനെ പറയാൻ. അപ്പൊ ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ ഉള്ളത് കൊണ്ട് എന്നുള്ളതിന് ഹാവിങ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇല്ലാത്തത് കൊണ്ട് എന്ന് പറയാനോ? നോട്ട് ഹാവിങ് ആണ്. അപ്പൊ നോട്ട് ഹാവിങ് ഓൺ കാർ, സ്വന്തം കാർ ഇല്ലാത്തത് കൊണ്ട്. ദേ വോണ്ട് ഗോ എനിവേർ, അവർ എവിടെയും പോകില്ല. നോട്ട് ഹാവിങ് ഓൺ കാർ, ദേ വോണ്ട് ഗോ എനിവേർ. ഇനി ഹാവിങ്ങിനൊപ്പം V3 ഫോം ഉപയോഗിക്കാം കേട്ടോ. V3 ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് സെന്റൻസ് ഒക്കെ പറയാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ധാരാളം പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ട് എനിക്ക് ധാരാളം കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു എന്ന് പറയാൻ ഇവിടെ വായിച്ചത് കൊണ്ട് എന്നുള്ള അർത്ഥം വരാനായിട്ട് ഹാവിങ് പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. ഹാവിങ് പ്ലസ് V3. അപ്പോൾ ഹാവിങ് റെഡ് മെനി ബുക്സ്. ഇപ്പോൾ റീഡ് റെഡ് എന്നാണല്ലോ. അപ്പോൾ ഹാവിങ് റെഡ് മെനി ബുക്സ്, ധാരാളം പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ട്. ഐ കുഡ് നോ മെനി തിങ്സ്, എനിക്ക് ധാരാളം കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. ഹാവിങ് റെഡ് മെനി ബുക്സ്, ഐ കുഡ് നോ മെനി തിങ്സ്. നന്നായി പെരുമാറിയത് കൊണ്ട് അവർ അവനെ വിശ്വസിച്ചു. എങ്ങനെ പറയും? ഹാവിങ് പെരുമാറി, ബിഹേവ്ഡ് നന്നായി, ഗുഡ്. ഹാവിങ് ബിഹേവ്ഡ് ഗുഡ്, ദേ ബിലീവ്ഡ് ഹിം, അവർ അവനെ വിശ്വസിച്ചു. അപ്പോൾ ഹാവിങ് ബിഹേവ്ഡ് ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താർത്ഥം? നന്നായി പെരുമാറിയത് കൊണ്ട്. ബിഹേവ്ഡ് ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമാറുക, നന്നായി പെരുമാറുക. ഹാവിങ് ബിഹേവ്ഡ് ഗുഡ്, നന്നായി പെരുമാറിയത് കൊണ്ട്. ദേ ബിലീവ്ഡ് ഹിം, അവർ അവനെ വിശ്വസിച്ചു. നന്നായി പെരുമാറാത്തത് കൊണ്ട് എന്നാണെങ്കിലോ അവിടെ നോട്ട് ഹാവിങ് ബിഹേവ്ഡ് ഗുഡ്, അവർ അവനെ വിശ്വസിച്ചില്ല. ദേ ഡിഡ്ന്റ് ബിലീവ് ഹിം. ഓക്കെ, നോട്ട് ഹാവിങ് ബിഹേവ്ഡ് ഗുഡ്, ദേ ഡിഡ്ന്റ് ബിലീവ് ഹിം. അങ്ങനെ ചെയ്തത് കൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അതായത് അവനോട് സംസാരിച്ചിട്ട് അവർ ഒരു തീരുമാനമെടുത്തു എന്ന് പറയാൻ ഹാവിങ് ടോക്ക്ഡ് ടു ഹിം എന്ന് വെച്ചാൽ എന്താ? അവനോട് സംസാരിച്ചിട്ട് ദേ ടുക്ക് എ ഡിസിഷൻ, അവർ ഒരു തീരുമാനമെടുത്തു. അപ്പൊ അങ്ങനെയും സെന്റൻസിന് അർത്ഥമുണ്ട്. ഇനി അവനോട് സംസാരിച്ചത് കൊണ്ട് അവരൊരു തീരുമാനമെടുത്തു എന്ന് നമുക്ക് അർത്ഥമാക്കാം. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് മലയാളത്തിൽ പലതരത്തിൽ സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഇതിന് പല അർത്ഥങ്ങളുള്ളത്. അതായത് ഹാവിങ് ടോക്ക്ഡ് ടു ഹിം, അവനോട് സംസാരിച്ചിട്ട് ദേ ടുക്ക് ഡിസിഷൻ, ദേ ടുക്ക് എ ഡിസിഷൻ, അവരൊരു തീരുമാനമെടുത്തു. ഇതുപോലെ തന്നെ ചെയ്തിട്ടല്ലാതെ എന്ന് പറയാനൊക്കെ ഈ ഹാവിങ് ഉപയോഗിക്കും. അപ്പോൾ നോട്ട് ഹാവിങ് ആണ് ഉപയോഗിക്കേണ്ടത്. നോട്ട് ഹാവിങ് റെഡ് ദ റിപ്പോർട്ട്, റിപ്പോർട്ട് വായിച്ചിട്ടല്ലാതെ. നോട്ട് ഹാവിങ് റെഡ് ദ റിപ്പോർട്ട്, ഐ കാൺ ഗിവ് യു എ സജഷൻ, ഒരു അഭിപ്രായം എനിക്ക് നിനക്ക് തരാൻ കഴിയില്ല. അപ്പോൾ ഐ കാൺ ഗിവ് യു എ സജഷൻ, എനിക്ക് ഒരു അഭിപ്രായം നിനക്ക് തരാൻ കഴിയില്ല. ഐ കാൺ ഗിവ് യു എ സജഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വായിച്ചിട്ടല്ലാതെ. നോട്ട് ഹാവിങ് റെഡ് ദ റിപ്പോർട്ട്, റിപ്പോർട്ട് വായിച്ചിട്ടല്ലാതെ. ഐ കാൺ ഗിവ് യു എ സജഷൻ.
അപ്പൊ ഈ രണ്ട് സെന്റൻസിലും സബ്ജക്റ്റ് ഒരാളായതുകൊണ്ടാണ് നമുക്ക് അവിടെ ഹാവിംഗ് എന്നുള്ളത് തുടക്കത്തിൽ വെക്കാൻ പറ്റിയത്. ഇനി സബ്ജക്റ്റ് രണ്ടാണെങ്കിലോ അതെങ്ങനെയാന്ന് നോക്കാം. പോലീസ് എത്തിയിട്ട് ജനക്കൂട്ടം പിരിഞ്ഞുപോയി, അല്ലെങ്കിൽ പോലീസ് എത്തിയത് കൊണ്ട് ജനക്കൂട്ടം പിരിഞ്ഞുപോയി. അങ്ങനെ പറയാൻ ദ പോലീസ് ഹാവിംഗ് അറൈവ്ഡ്. അപ്പൊ നമ്മള് ജനക്കൂട്ടം വേറെയാണ് അല്ലെ, വേറെ സബ്ജക്റ്റ് ആണ്. ഇവിടെ പോലീസ് വേറെ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഹാവിംഗ് എന്നുള്ളതിന് തൊട്ട് മുമ്പ് ആദ്യത്തെ സബ്ജക്റ്റ് വെക്കേ വേണ്ടുള്ളൂ. ദ പോലീസ് ഹാവിംഗ് അറൈവ്ഡ്, പോലീസ് എത്തിയത് കൊണ്ട്. ദ മോബ് ഡിസ്പേഴ്സ്ഡ്, ജനക്കൂട്ടം പിരിഞ്ഞു. ദ പോലീസ് ഹാവിംഗ് അറൈവ്ഡ്, ദ മോബ് ഡിസ്പേഴ്സ്ഡ്. മഴ നിന്നതുകൊണ്ട് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. ദ റെയിൻ ഹാവിംഗ് സ്റ്റോപ്ഡ്. അപ്പൊ ദ റെയിൻ ആണ് ഫസ്റ്റ് വെച്ചത്, ഹാവിംഗിന് തൊട്ട് മുമ്പ്. ദ റെയിൻ ഹാവിംഗ് സ്റ്റോപ്ഡ്, ദ റെയിൻ ഹാവിംഗ് സ്റ്റോപ്ഡ്, അതായത് മഴ നിന്നതുകൊണ്ട്. ദ ബോയ്സ് ബിഗാൻ ടു പ്ലേ ക്രിക്കറ്റ്. അടുത്തൊരു ക്ലാസ്സിൽ തരേണ്ട ഒരു കണക്ടറാണ്, എന്നാലും നമുക്ക് ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കാം. ഹാവിംഗ് പഠിച്ച സ്ഥിതിക്ക് നമുക്ക് ഹാവിംഗ് സെഡ് ദാറ്റ് കൂടി പഠിക്കാം. അപ്പൊ ഇത് സംസാരിക്കുമ്പോൾ ആ ഒരു ഫ്ലുവൻസി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ടറാണ് കേട്ടോ. അതായത് നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇത് ഇങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഹാവിംഗ് സെഡ് ദാറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാന്ന് നോക്കാം. എക്സാമ്പിൾസ് പറയാം. നിനക്ക് ധാരാളം പണമുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാലും നീ ചീപ്പ് ക്ലോത്ത് ആണ്, ചീപ്പായിട്ടുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. എങ്ങനെ പറയും? യു ഹാവ് എ ലോട്ട് ഓഫ് മണി. നിനക്ക് ധാരാളം പണമുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഹാവിംഗ് സെഡ് ദാറ്റ് യു വെയർ ചീപ്പ് ക്ലോത്ത്സ്, നീ വില കുറഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. അപ്പോൾ യു ഹാവ് എ ലോട്ട് ഓഫ് മണി, ഹാവിംഗ് സെഡ് ദാറ്റ് യു വെയർ ചീപ്പ് ക്ലോത്ത്സ്. ആ സിനിമ വളരെ നീണ്ടതായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനെ പറയാനോ? ദ മൂവി വാസ് ടു ലോങ്, ഹാവിംഗ് സെഡ് ദാറ്റ്. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്, ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ദ മൂവി വാസ് ടു ലോങ്, ആ സിനിമ വളരെ നീണ്ടതാണ്. ഹാവിംഗ് സെഡ് ദാറ്റ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ആ പ്രൊജക്റ്റ് വെല്ലുവിളി നിറഞ്ഞതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാലും സമയത്തിന് അത് തീർക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ പറയും? ആ പ്രൊജക്റ്റ് വെല്ലുവിളി നിറഞ്ഞതാണ്. ദ പ്രൊജക്റ്റ് ഇസ് ചലഞ്ചിങ്. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഹാവിംഗ് സെഡ് ദാറ്റ് ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ്, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. വി ക്യാൻ കംപ്ലീറ്റ്, സമയത്തിന്, ഓൺ ടൈം. ഐ ബിലീവ് വി ക്യാൻ കംപ്ലീറ്റ് ഇറ്റ് ഓൺ ടൈം. ദ പ്രൊജക്റ്റ് ഇസ് ചലഞ്ചിങ്. ഹാവിംഗ് സെഡ് ദാറ്റ് ഐ ബിലീവ് വി ക്യാൻ കംപ്ലീറ്റ് ഇറ്റ് ഓൺ ടൈം. അടുത്ത കണക്ടർ വെദർ. എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് വേണ്ടതാണ്. ഒരു ഡൗട്ട് പറയാനൊക്കെയാണ് ഈ വെദർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കത് എക്സാമ്പിൾ ആയിട്ട് പറയാം. നമുക്ക് ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു ചോയ്സ് പറയാൻ, ആണോ അല്ലയോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടൊക്കെ പറയാനായിട്ട്, ആണോ അല്ലയോ എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് വെദർ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസിലേക്ക് കിടക്കാം. അവൻ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ പറയാൻ ഐ ഡോണ്ട് നോ വെദർ ഹി വിൽ കം ഓർ നോട്ട്. അപ്പോൾ എനിക്കറിയില്ല എന്നുള്ളതിന് ഐ ഡോണ്ട് നോ. പിന്നെ അവൻ വരും എന്നുള്ളതിന് എന്താ? ഹി വിൽ കം. അപ്പോൾ വരില്ല, വരുമോ ഇല്ലയോ, അതാണ് ഓർ നോട്ട് എന്ന് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ വെദർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഐ ഡോണ്ട് നോ വെദർ ഹി വിൽ കം ഓർ നോട്ട്. അവൻ വരുമോ ഇല്ലയോ എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ വെദർ വെക്കേണ്ടത്. അതാണ് ഡൗട്ട്. അപ്പോൾ ഈ ഏതാണോ, ആണോ അല്ലയോ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ വെദർ വെക്കേണ്ടത്. ഇനി അവിടെ ഈ നോട്ട്, ഓർ നോട്ട് ഇല്ലാതെ വെക്കാറുണ്ട് കേട്ടോ. അവൻ വരുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് നോ വെദർ ഹി വിൽ കം. അവൻ വരുമോ എന്ന് എനിക്കറിയില്ല. അവിടെ നോട്ട് ഇല്ലെങ്കിലും അത് സെയിം മീനിങ് തന്നെയാണ്. അവൻ വരുമോ ഇല്ലയോ എന്നുള്ളത് പറയാതെ അവൻ വരുമോ എന്ന് എനിക്കറിയില്ല എന്നുള്ളതിന് അവിടെ ഓർ നോട്ട് വേണ്ട. ഐ ഡോണ്ട് നോ വെദർ ഹി വിൽ കം. ഓക്കെ. നീ സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നോട് പറയൂ. അങ്ങനെ പറയാൻ എന്നോട് പറയൂ എന്നുള്ളതിന് ടെൽ മീ. നീ സമ്മതിക്കുന്നോ? യു അഗ്രി, ഇല്ലയോ, ഓർ നോട്ട്. അപ്പൊ അതിന് തൊട്ട് മുമ്പായിട്ട് വെദർ വെക്കാം. ഇപ്പൊ ടെൽ മീ വെദർ യു അഗ്രി ഓർ നോട്ട്. ടെൽ മീ വെദർ യു അഗ്രി ഓർ നോട്ട്. ഞാൻ തയ്യാറാണോ എന്ന് അവൾ ചോദിക്കുന്നു എന്ന് പറയാൻ ഷീ ആസ്ക്ഡ് വെദർ ഐ ആം റെഡി. ഷീ ആസ്ക്ഡ് വെദർ ഐ ആം റെഡി. അപ്പൊ ഇവിടെ ആസ്ക് എന്നുള്ളതിനൊപ്പം എസ് ഫോം ആണ് വെച്ചിട്ടുള്ളത്. അത് സിമ്പിൾ പ്രസന്റിലായതുകൊണ്ടാണ്, അത് പ്രസന്റ് ടെൻസിലായതുകൊണ്ടാണ് അപ്പുറത്ത് ഐ ആം റെഡി എന്ന് പറഞ്ഞത്. ഇനി ഞാൻ റെഡിയാണോ എന്ന് അവൾ ചോദിച്ചു എന്നാണെങ്കിലോ, ഇവിടെ ചോദിക്കുന്നു എന്നാ പറഞ്ഞത്, അവൾ ചോദിച്ചു എന്നാണെങ്കിൽ എങ്ങനെ പറയണം? ഷീ ആസ്ക്ഡ് ആവും അവിടെ. അപ്പൊ ഷീ ആസ്ക്ഡ് വെദർ വാസ് റെഡി അല്ലെ, വാസ് ആണ് അപ്പൊ അവിടെ വെക്കേണ്ടത്. അത് ശ്രദ്ധിക്കാം. നമ്മൾ സംസാരിക്കുന്നത് പ്രസന്റിലാണെങ്കിൽ അവിടെ ആം മതി,
അതല്ല പാസ്റ്റിലാണെങ്കിൽ എന്താക്കണം, അത് വാസ് ആക്കണം. ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ വെദർ തന്നെ വേണോ, ഇഫ് അവിടെ വെക്കാറില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. ഇഫ് വെക്കാം, ഇഫ് വെച്ച് നമുക്ക് അതുപോലെ സംസാരിക്കാം. ഈ വെദറിന് പകരമൊക്കെ ഇഫ് വെക്കാം. കൂടുതലായിട്ട് എനിക്ക് സംസാരിക്കുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ളത് വെദർ ആണ്. വെദർ പറഞ്ഞ് ശീലിക്കുന്നത് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അതിന് വെദർ പറയാനാണ് ഇഫിനേക്കാൾ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. അതല്ല നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ സംസാരിക്കാം. അടുത്തത് ബൈ ദ ടൈം. ബൈ ദ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു കാര്യം ആവുമ്പോഴേക്കും എന്ന് പറയാനാണ്. അപ്പോൾ നമുക്ക് എക്സാംസിലേക്ക് പോവാം. ഞാൻ എത്തിയപ്പോഴേക്കും അവർ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ. അപ്പോൾ ഞാൻ എത്തി എന്നുള്ളതിന് എന്താ, ഐ അറൈവ്ഡ്. ഞാൻ എത്തിയപ്പോഴേക്കും എന്ന് പറയാൻ ബൈ ദ ടൈം ഐ അറൈവ്ഡ്. ഞാൻ എത്തിയപ്പോഴേക്കും അവർ പോയിട്ടുണ്ടായിരുന്നു, ദേ ഹാഡ് ലെഫ്റ്റ്. ബൈ ദ ടൈം ഐ അറൈവ്ഡ് ദേ ഹാഡ് ലെഫ്റ്റ്. ഈ ദേ ഹാഡ് ലെഫ്റ്റ് എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് സൂപ്പർ ക്ലാസ് 1 പഠിച്ചതാണ്. അത് പഠിച്ചു കഴിഞ്ഞവർക്ക് ഇതിൽ സംശയമൊന്നും ഉണ്ടാവില്ല. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഇത് തീർക്ക് എന്ന് പറയാൻ ഫിനിഷ് ഇറ്റ്. ഇനി ഞാൻ തിരിച്ചു വരിക, ഞാൻ തിരിച്ചു വരുന്നു എന്ന് പറയാൻ ഐ കം ബാക്ക്. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ബൈ ദ ടൈം ഐ കം ബാക്ക്. ഫിനിഷ് ഇറ്റ് ബൈ ദ ടൈം ഐ കം ബാക്ക്. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഇത് തീർക്ക്. അവൾ വിളിച്ചപ്പോഴേക്കും ഞാൻ ബിസി ആയിരുന്നു എന്ന് പറയാൻ അവൾ വിളിച്ചു, ഷീ കോൾഡ്. അവൾ വിളിച്ചപ്പോഴേക്കും ബൈ ദ ടൈം ഷീ കോൾഡ്. ഞാൻ ബിസി ആയിരുന്നു, ഐ വാസ് ബിസി. ബൈ ദ ടൈം ഷീ കോൾഡ് ഐ വാസ് ബിസി. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എപ്പോഴും സംസാരിക്കുമ്പോൾ ആവശ്യമുള്ളതാണ്. ടു ഹാവ്. ടു ഹാവ് എന്നുള്ള ഒരു കണക്ടർ അറിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി ടെൻഷൻ മാറും. അപ്പോൾ ഇത് എങ്ങനെയാന്ന് നോക്കാം. ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോയെന്ന് അവൻ സമ്മതിച്ചു എന്ന് പറയാൻ അവൻ സമ്മതിച്ചു എന്നുള്ളതിന് ഹി അഗ്രീഡ്. വീട്ടിലേക്ക് പോകുക എന്നുള്ളതിന് ഗോ ഹോം. ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോവുക, ഗോ ഹോം എലോൺ എന്നാണ്. അപ്പോൾ ഈ ടു ഹാവ് എന്ന് വെക്കുമ്പോൾ ടു ഹാവ് പ്ലസ് V3 ഫോമാണ് വെക്കേണ്ടത്. അപ്പോൾ ടു ഹാവ് ഗോൺ ഹോം എലോൺ. അപ്പോൾ ഇവിടെ അർത്ഥം ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോയെന്ന് അവൻ സമ്മതിച്ചു. അപ്പോൾ ഈ ടു ഹാവിൻ്റെ ഒപ്പം എപ്പോഴും V3 വെക്കുക. അപ്പോൾ ഇങ്ങനൊരു സെൻറ്റൻസ് ആണ് നമുക്ക് കിട്ടുക. ഹി അഗ്രീഡ്, അവൻ സമ്മതിച്ചു. ടു ഹാവ് ഗോൺ, പോയെന്ന് സമ്മതിച്ചു. എങ്ങോട്ട് പോയെന്ന്, ഹോം, ഒറ്റയ്ക്ക്, ഹോം എലോൺ. ഹി അഗ്രീഡ് ടു ഹാവ് ഗോൺ ഹോം എലോൺ. അവൻ ചെയ്തെന്ന് സമ്മതിച്ചു. ഹി അഗ്രീഡ് ടു ഹാവ് ഡൺ. അവൻ വന്നെന്ന് സമ്മതിച്ചു. ഹി അഗ്രീഡ് ടു ഹാവ് കം. കണ്ടോ? അപ്പൊ ആ ഒരു സെന്റൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ ആയെന്ന് എന്ന് പറഞ്ഞാൽ എന്താണോ സമ്മതിക്കുക, പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ പറയുന്നത്. അപ്പൊ അത് ടു ഹാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു അർത്ഥം കിട്ടും. എല്ലാം മനസ്സിലായെന്ന് അവൾ അഭിനയിക്കുന്നു. എങ്ങനെ പറയും? ഷീ പ്രെറ്റൻസ്. അവൾ അഭിനയിക്കുന്നു. ഇനി എല്ലാം മനസ്സിലായെന്ന്, അപ്പോൾ ടു ഹാവ് അണ്ടർസ്റ്റുഡ് എവ്രിതിങ്. എല്ലാം. ടു ഹാവ് അണ്ടർസ്റ്റുഡ്, മനസ്സിലായെന്ന്, എവ്രിതിങ്. ഷീ പ്രെറ്റൻസ് ടു ഹാവ് അണ്ടർസ്റ്റുഡ് എവ്രിതിങ്. അപ്പോൾ ഈ ടു ഹാവിനൊപ്പം എപ്പോഴും V3 ഫോം തന്നെ വേണം. ഇനി സമയത്തിന് എൻ്റെ ജോലി തീർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പറയാൻ ഐ ഹോപ്പ്. ഇനി തീർക്കുമെന്ന്, ടു ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക്, എൻ്റെ ജോലി, ഓൺ ടൈം, സമയത്തിന്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെയാണ് ഇത് ഇങ്ങനെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഒക്കെ ആയിട്ട് മാറുന്നത്. അത് നമ്മൾ ഏത് സെന്റൻസ് ആണോ അവിടെ വെക്കുന്നത്. അത് ആദ്യം നമ്മൾ പറഞ്ഞത് ഹി അഗ്രീഡ് എന്നാണല്ലേ. അതായത് അപ്പൊ അവിടെ പോയെന്ന് സമ്മതിച്ചു എന്ന് പറയാനാണ് നമ്മൾ അഗ്രീഡ് വെച്ചപ്പോൾ അത് പാസ്റ്റ് ആയി. പിന്നീട് നമ്മൾ ഷീ പ്രെറ്റൻസ് എന്ന് പറഞ്ഞു, അപ്പൊ നമ്മൾ പ്രസന്റ് ആയി. അപ്പൊ അവിടെ വെക്കുന്ന ആ സെന്റൻസ് പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ എന്ന് നോക്കേണ്ടത്. അത് എങ്ങനെ വെച്ചാലും ഈ ടു ഹാവ് എന്നുള്ളതിനൊപ്പം V3 ഫോം തന്നെ വേണം. അപ്പൊ ആ അർത്ഥം തന്നെ കിട്ടും. ഐ ഹോപ്പ്, ഞാൻ പ്രതീക്ഷിക്കുന്നു, ടു ഹാവ് കംപ്ലീറ്റഡ്, പൂർത്തിയാകുമെന്ന്, മൈ വർക്ക് ഓൺ ടൈം, സമയത്തിന്. ഐ ഹോപ്പ് ടു ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക് ഓൺ ടൈം. ആ രഹസ്യം വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് അവൻ അവകാശപ്പെട്ടു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, വെളിപ്പെടുത്തുമെന്ന് എന്നല്ല, വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ വെക്കും? അപ്പൊ ഈ ടു ഹാവിന് മുമ്പ് നോട്ട് വെക്കുകയാണ് വേണ്ടത്. അപ്പോ അവൻ അവകാശപ്പെട്ടു എന്നുള്ളതിന് എന്താ? ഹി ക്ലെയിംഡ്. അവൻ അവകാശപ്പെട്ടു. എന്താ അവകാശപ്പെട്ടത്? വെളിപ്പെടുത്തിയിട്ടില്ലെന്ന്. നോട്ട് ടു ഹാവ് റിവീൽഡ്, ആ രഹസ്യം, ദ സീക്രറ്റ്. ഹി ക്ലെയിംഡ് നോട്ട് ടു ഹാവ് റിവീൽഡ് ദ സീക്രറ്റ്. ഈ അടുത്ത് അവന് വിളിച്ചിട്ടില്ലെന്ന് അവൾ സമ്മതിക്കുന്നു എന്ന് പറയാൻ ഷീ അഗ്രീസ്. നോട്ട് ടു ഹാവ് കോൾഡ് ഹിം ലേറ്റ്ലി, ഈ അടുത്ത്. ഷീ അഗ്രീസ് നോട്ട് ടു ഹാവ് കോൾഡ് ഹിം ലേറ്റ്ലി. ഷീ അഗ്രീസ്, അവൾ സമ്മതിക്കുന്നു, അവനെ വിളിച്ചിട്ടില്ലെന്ന്. അപ്പൊ നോട്ട് ടു ഹാവ് കോൾഡ് ഹിം ലേറ്റ്ലി. ഓക്കെ, ഈ ടു ഹാവ് മനസ്സിലായല്ലോ. സെന്റൻസ് ഏത് ടെൻസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ടു ഹാവിനപ്പോൾ V3 ആണ്. അവിടെ ഇങ്ങനെ അഗ്രീസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഹാവ് പ്ലസ് V3 അങ്ങനെ വെക്കാം.
അവിടെ ഗ്രാമർ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഏത് ടെൻസിലാണോ പറയുന്നത് ആ ടെൻസിൽ നമുക്ക് സംസാരിക്കാം. ഫസ്റ്റത്തെ സെന്റൻസ് അങ്ങനെ സംസാരിക്കാം. ഷീ എഗ്രീസ്, ഷീ പ്രറ്റൻസ്, ഷീ കോൾഡ്, ഷീ ക്ലെയിംഡ് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അതിനപ്പുറത്തുള്ള ഈ സെന്റൻസ് ഇപ്പുറത്തെ ഏത് സെന്റൻസ് വെച്ചാലും ഏത് ടെൻസ് വെച്ചാലും അപ്പുറത്ത് ടു ഹാവ് പ്ലസ് V3 ആണ്. സംസാരിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഇങ്ങനെയുള്ള ഒരു അർത്ഥം കിട്ടും. ഇങ്ങനെ ഒരു സെന്റൻസ് സംസാരിക്കാനായിട്ട് ടു ഹാവ് എപ്പോഴും പ്രാക്ടീസിൽ ഉൾപ്പെടുത്തുക. അത് നിങ്ങൾക്ക് സംസാരം വളരെ ഫ്ലുവൻ്റ് ആയിട്ട് പോകാനായിട്ട് സഹായിക്കും. അടുത്ത കണക്റ്റർ ആസ് സൂണസ്. ആസ് സൂണസ് എന്ന് വെച്ചാൽ എന്താ? സൂൺ എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ, പെട്ടെന്ന് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ സൂൺ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ എന്താണോ പെട്ടെന്ന് അതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ആസ് സൂണസ് വെക്കേണ്ടത്. അപ്പോൾ ഉടൻ എന്നുള്ള അർത്ഥം കിട്ടാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ഉപയോഗിക്കാമെന്ന്. നീ എത്തിയ ഉടനെ എന്നെ വിളിക്കൂ എന്ന് പറയാൻ കോൾ മീ, എന്നെ വിളിക്കൂ. നീ എത്തുക എന്നുള്ളതിന് എന്താ? യു അറൈവ്. അപ്പോൾ എത്തിയ ഉടനെ ആസ് സൂൺ as യു അറൈവ്. അപ്പോൾ കോൾ മീ ആസ് സൂൺ as യു അറൈവ്. അവൾ അവനെ കണ്ടയുടനെ അവൾ ചിരിച്ചു എന്ന് പറയാൻ അവൾ ചിരിച്ചു, ഷീ സ്മൈൽഡ്. അവൾ അവനെ കണ്ടു എന്നുള്ളതിനോ ഷീ സോ ഹിം. കണ്ടയുടനെ ആസ് സൂൺ as ഷീ സോ ഹിം. ഷീ സ്മൈൽഡ് ആസ് സൂൺ as ഷീ സോ ഹിം. സാധ്യമായ ഉടനെ ഞാൻ നിന്നെ അറിയിക്കും എന്ന് പറയാൻ ഐ വിൽ ഇൻഫോം യു, ഞാൻ നിന്നെ അറിയിക്കും. സാധ്യമായ ഉടനെ ആസ് സൂൺ as പോസിബിൾ. ഐ വിൽ ഇൻഫോം യു ആസ് സൂൺ as പോസിബിൾ. ഇതുപോലെ തന്നെയാണ് ആസ് ലോങ് as എങ്ങനെ ഉപയോഗിക്കും നോക്കാം. അപ്പൊ അടുത്ത കണക്റ്റർ ആസ് ലോങ് as. നീ പോകുന്നിടത്തോളം നിനക്കിവിടെ താമസിക്കാം എന്നുള്ളതിന് യു ക്യാൻ സ്റ്റേ ഹിയർ, നിനക്കിവിടെ താമസിക്കാൻ കഴിയും. നീ പോകുന്നിടത്തോളം ആസ് ലോങ് as യു ഗോ. നീ പോകുന്നിടത്തോളം യു ക്യാൻ സ്റ്റേ ഹിയർ ആസ് ലോങ് as യു ഗോ. അപ്പൊ ആസ് ലോങ് as യു ഗോ, നീ പോകുക, യു ഗോ. നീ പോകുന്നിടത്തോളം ആസ് ലോങ് as യു ഗോ. യു ക്യാൻ സ്റ്റേ ഹിയർ ആസ് ലോങ് as യു ഗോ. നീ ശരിയായിരിക്കുന്നിടത്തോളം ഞാൻ നിന്നെ പിന്തുണയ്ക്കും. എങ്ങനെ പറയും? ഐ വിൽ സപ്പോർട്ട് യു, ഞാൻ നിന്നെ പിന്തുണയ്ക്കും. നീ ശരിയായിരിക്കുക, യു ആർ റൈറ്റ്. നീ ശരിയായിരിക്കുന്നിടത്തോളം ആസ് ലോങ് as യു ആർ റൈറ്റ്. നീ കഠിനാധ്വാനം ചെയ്യുന്നിടത്തോളം നീ വിജയിക്കും. എങ്ങനെ പറയും? നീ കഠിനാധ്വാനം ചെയ്യാം, യു വർക്ക് ഹാർഡ്. അപ്പോൾ നീ കഠിനാധ്വാനം ചെയ്യുന്നിടത്തോളം ആസ് ലോങ് as യു വർക്ക് ഹാർഡ്. നീ വിജയിക്കും, യു വിൽ സക്സീഡ്. ആസ് ലോങ് as യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്. അടുത്ത കണക്റ്റർ ബിസൈഡ്സ്. ബിസൈഡ്സ് എപ്പോഴും അതിന് പുറമേ, കൂടാതെ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് നോക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ബിസൈഡ്സ് ഉപയോഗിക്കുന്ന ഒരു എക്സ്ട്രാ സപ്പോർട്ടിംഗ് പോയിന്റ് പറയാനായിട്ടാണ് കേട്ടോ. അപ്പോൾ എക്സാമ്പിൾസിലേക്ക് കിടക്കാം. ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല, അതിന് പുറമേ എനിക്ക് വയ്യ. അങ്ങനെ പറയാൻ ഐ ഡോണ്ട് വോണ്ട് ടു ഗോ. ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് പോവണ്ട. ബിസൈഡ്സ് അതിന് പുറമേ, കൂടാതെ എനിക്ക് വയ്യ, ഐ ആം ടയേർഡ്. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ബിസൈഡ്സ് ഐ ആം ടയേർഡ്. ഇത് ചിലവേറിയതാണ്, കൂടാതെ ഇതുകൊണ്ടൊരു ഉപയോഗവും ഇല്ല. അതിന് പുറമെ ഇതുകൊണ്ടൊരു ഉപയോഗവും ഇല്ല എന്ന് പറയാൻ ഇറ്റ്സ് എക്സ്പെൻസീവ് ബിസൈഡ്സ് ഇറ്റ്സ് നോട്ട് യൂസ്ഫുൾ. ഇറ്റ്സ് എക്സ്പെൻസീവ് ബിസൈഡ്സ് ഇറ്റ്സ് നോട്ട് യൂസ്ഫുൾ. അവൾക്ക് വരാൻ കഴിയില്ല, അതിന് പുറമെ അവൾ ബിസിയാണ്. അപ്പോൾ ഷീ കാൺ കം ബിസൈഡ്സ് ഷീ ഈസ് ബിസി. ഷീ കാൺ കം ബിസൈഡ്സ് ഷീ ഈസ് ബിസി. അപ്പോൾ ഈ ബിസൈഡ്സ് എന്നുള്ളതിന് അർത്ഥം മനസ്സിലായല്ലോ. ഒരു എക്സ്ട്രാ പോയിന്റ് നമുക്ക് പറയാം ഒരു കാര്യത്തിൽ. ഒന്നാമത് ഇങ്ങനെയാണ്, അതിന് പുറമെ ഇങ്ങനെയും കൂടെ ആണ് എന്ന് പറയാനായിട്ടാണ് ബിസൈഡ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കൂടാതെ, അതിന് പുറമെ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് ബിസൈഡ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. കണക്റ്റേഴ്സ് കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള കണക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും, ഈ ഒരു കണക്റ്റേഴ്സ് മതി നമുക്ക് കണക്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ട് സംസാരിക്കാനായിട്ട്. പക്ഷെ എപ്പോഴും ഈ കണക്റ്റേഴ്സ് തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം തന്നെ ഒരേ ഒരു പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഒരുപാട് പ്രാവശ്യം ഇത് തന്നെ ഇങ്ങനെ ഉപയോഗിക്കാതെ ഒന്നുകൂടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട്, ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഒരു ഒഴുക്കോട് കൂടിയൊക്കെ സംസാരിക്കില്ലേ, അതിനായിട്ടുള്ള കുറച്ച് കണക്റ്റേഴ്സ് കൂടെ ഉണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ തരാം. അപ്പോൾ അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ വൈകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇത്രയും വൈകില്ല, ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് കുറച്ച് വൈകി പോയതാണ് ഈ ഒരു 3rd ക്ലാസ് എന്ന് പറയുന്നത്, സൂപ്പർ ക്ലാസ് 3 എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ അടുത്ത ക്ലാസ് എത്രയും പെട്ടെന്ന് തരാം. അപ്പോൾ അതിൽ ഇതേപോലെ കുറച്ചുകൂടി കണക്റ്റേഴ്സ് നമുക്ക് പഠിക്കാൻ, ഇതിനേക്കാൾ കൂടുതലായിട്ട് കുറച്ചുകൂടി കണക്റ്റേഴ്സ് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ തന്നെ കുറച്ച് ഈ പുട്ടിന് തേങ്ങ ചേർക്കുന്നത് പോലെ കുറച്ച് കണക്റ്റേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ലേ സംസാരിക്കുമ്പോൾ, അങ്ങനെയുള്ള കണക്റ്റേഴ്സ് കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. അതുകൂടെ നമുക്ക് സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ സംസാരിക്കുമ്പോൾ ഒരു ഇത്തിരി സ്പീഡൊക്കെ കിട്ടും.
അപ്പോൾ അതിനുള്ളത് ഈ കണക്റ്റേഴ്സ് നന്നായി പഠിക്കുമ്പോഴേക്കും ഞാൻ ആ ക്ലാസ്സുമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, വളരെ ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിൽ പറയുക. അപ്പോൾ എപ്പോഴും ഞാൻ പെട്ടെന്ന് തന്നെ കമൻസിന് മറുപടി പറയാൻ നോക്കുന്നുണ്ട്. ചില പ്രത്യേക തിരക്കുകൾ കൊണ്ട് ചിലപ്പോൾ ഏതെങ്കിലും കമൻസിന് റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ ക്ഷമിക്കുക, പെട്ടെന്ന് തന്നെ എല്ലാത്തിനും റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻസിൽ പറയാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.